ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ബംഗാളി സ്റ്റോറി റൈറ്ററായ അങ്കിത് ബോസ് എഴുതിയ ഒരു കഥ പറയാം. ഈ കഥ കേട്ടിട്ട് കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ എന്നോട് പറയണേ. അതുപോലെ തന്നെ ഈ കഥ ഇഷ്ടമായാൽ ഹൈപ്പ് ചെയ്യണേ. എന്നാൽ കഥ കേട്ടോളൂ. ഏകദേശം 1 വർഷം മുമ്പുണ്ടായ കാര്യമാണ്. ബംഗാളിലെ ബീർഭൂം ജില്ലയിൽ നിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഫോൺ കോൾ വന്നു. ഭൂതചതുർദശിക്ക് കുറച്ചു ദിവസം മുമ്പ് അവൻ്റെ ഗ്രാമത്തിൽ ഒരു പ്രത്യേക പൂജ നടക്കുന്നുണ്ട്. അതിൽ ഞാൻ പങ്കെടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഹലോ ഇന്ദ്രനിൽ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നീ US പോയതിനു ശേഷം നിന്നെക്കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ. നീ എവിടെയാ? ഒന്നും പറയാതിരിക്കുക ഭേദം. ജോലി തിരക്ക് കാരണം ഒന്നിനും സമയമില്ല. നിന്നെ വിളിക്കാൻ വൈകിയതിൽ ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിലെത്തി. എന്ത്? കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇപ്പോഴാണോ എന്നെ വിളിക്കുന്നത്? നീ എന്നോടൊന്നും മിണ്ടണ്ട. ഏടാ, എയർപോർട്ടിൽ നിന്ന് നേരെ ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. വീട്ടിൽ ചില പ്രധാന കാര്യങ്ങളുണ്ടായിരുന്നു. ശരി, നീ ദേഷ്യം പിടിക്കാതെ. നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനല്ലേ. പക്ഷേ ആദ്യം ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എൻ്റെ സുഹൃത്ത് ഇന്ദ്രനീൽ അവൻ്റെ ഗ്രാമമായ ദുംഗയിൽ നടക്കുന്ന പൂജയെക്കുറിച്ച് പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിലുള്ള ദുംഗ വളരെ പുരാതനവും ഒറ്റപ്പെട്ടതുമായ ഒരു ഗ്രാമമാണ്. അവൻ്റെ വീട്ടിൽ വലിയൊരു പൂജയാണ് നടക്കുന്നത്. ഇന്ദ്രനീലിന് 15 വയസ്സുള്ളപ്പോൾ അവൻ US പോയതാണ്. അവിടെയാണ് അവൻ്റെ സഹോദരനുള്ളത്. അതിനുശേഷം ഞങ്ങൾ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ അകലം ഞങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിരുന്നില്ല. 5 ദിവസത്തിന് ശേഷം ഭൂതചതുർദശി രാത്രിയാണ്. ഇതിനെ നരക ചതുർദശി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു. ഭാഗ്യത്തിന് ഉടനെ തന്നെ ഒരു ടാക്സി കിട്ടി. ഞാൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു. വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ കാലം പുറകോട്ട് സഞ്ചരിച്ചതുപോലെ തോന്നി. ടാക്സിക്കരികിലൂടെ ഒരു റിക്ഷ കടന്നുപോയി. അതിനുള്ളിൽ ഒരു സഞ്ചിയും തൂക്കിപ്പിടിച്ച് ഒരു തടിച്ച ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ മീനും പച്ചക്കറിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയാവാം. ആ മെലിഞ്ഞ റിക്ഷക്കാരനെ കണ്ടാൽ അത്രയും ഭാരമുള്ള ഒരാളെ വലിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ കുടുംബത്തിന്റെ ആവശ്യങ്ങളും വിശപ്പും ഏതൊരു ദുർബലനായ മനുഷ്യനിലും പർവ്വതങ്ങളെപ്പോലും ചലിപ്പിക്കാനുള്ള കരുത്ത് നൽകും. റോഡിന്റെ ഇരുവശവും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ അക്കാലത്തെ കഥകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൊൽക്കത്ത നഗരത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക വശ്യതയുണ്ട്. ചരിത്രവും ആധുനികതയും ഇത്ര വ്യക്തമായി ഇഴചേർന്ന മറ്റൊരു നഗരം കാണാൻ പ്രയാസമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും കൊൽക്കത്തയിൽ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വരണം. നിങ്ങൾക്കും അവിടെ സമയം നിശ്ചലമായതുപോലെ തോന്നും. ബംഗാളിൽ ഈ സമയത്ത് ട്രെയിനുകൾ നല്ല തിരക്കായിരിക്കും. ടിക്കറ്റ് കിട്ടാൻ പ്രയാസമാണ്. ഭാഗ്യത്തിന് സ്റ്റേഷനിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത ദിവസത്തെ കൺഫേം ടിക്കറ്റ് ശരിയാക്കി തന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ട്രെയിൻ. വൈകുന്നേരത്തോടെ ട്രെയിൻ വീർഭൂമിലെ ജസീദെ സ്റ്റേഷനിലെത്തും. ടിക്കറ്റുമായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് പക്ഷികൾക്ക് തീറ്റ നൽകി ചായ കുടിച്ച് കുടുംബത്തോടൊപ്പം അല്പം സമയം ചിലവഴിച്ചു. അതിനുശേഷം ബാഗ് പാക്ക് ചെയ്ത് ഞാൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഈ സമയത്ത് പുകയും തണുപ്പും കാരണം ശ്വാസം മുട്ടുന്ന അവസ്ഥയാണെങ്കിൽ ബംഗാളിൽ അത്ര വലിയ തണുപ്പൊന്നുമില്ല. കാലപ്പഴക്കം ചെന്ന ഈ കറുപ്പും മഞ്ഞയും ടാക്സികൾ കുറച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ ഭാഗമായേക്കാം. എങ്കിലും AC ഇല്ലാത്ത ഈ ടാക്സികളിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സമാധാനമുണ്ട്. ഞാൻ ഈ നഗരത്തിലെ ഒരു കഥാപാത്രമാണെന്നും എനിക്ക് ഈ നഗരവുമായി കാലങ്ങളായുള്ള ബന്ധമുണ്ടെന്നും തോന്നിപ്പോകും. കൊൽക്കത്തയിൽ വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ഈ നഗരം എന്നെ അതിലൊരാളായി സ്വീകരിച്ചിരിക്കുന്നു. ദാദാ, സ്റ്റേഷനെത്തി, ടാക്സിക്കാരൻ വിളിച്ചു പറഞ്ഞു. ഞാൻ എൻ്റെ സാധനങ്ങളും എടുത്ത് സ്റ്റേഷനിലേക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ ട്രെയിൻ എത്തും. കുട്ടിക്കാലത്ത് സുഹൃത്തിനെ കാണാനുള്ള ആഗ്രഹം എൻ്റെ ചുവടുകളുടെ വേഗത കൂട്ടി. എങ്കിലും യാത്രയ്ക്ക് മുമ്പ് ഒരു ചായ കുടിക്കാമെന്ന് കരുതി. ചായക്കടയുടെ മുന്നിൽ നിന്ന് തന്നെ ആ ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കവേ എൻ്റെ കാലിൽ ഒരു തണുത്ത ശ്വാസം തട്ടുന്നതായി എനിക്ക് തോന്നി. ഒരു നായ എൻ്റെ കാലുകൾ മണപ്പിക്കുകയായിരുന്നു. അവൻ എന്നെ നോക്കി
അവിടെ തന്നെ നിലത്തിരുന്നു. പുഴുങ്ങിയ മുട്ട കഴിക്കുമോ? അവൻ തലയാട്ടി മറുപടി നൽകിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ആ കടക്കാരനോട് 6 മുട്ടകൾ അവന് നൽകാൻ പറഞ്ഞു. എനിക്കും നിങ്ങൾക്കും അത് ഒരു 6 മുട്ടകൾ മാത്രമായിരിക്കാം. പക്ഷേ ആ പാവം ജീവിക്ക് അതൊരു ദിവസത്തെ മുഴുവൻ ഭക്ഷണമായിരിക്കാം. മെലിഞ്ഞ ശരീരം, പുറത്തു കാണുന്ന എല്ലുകൾ, ആളുകൾ കല്ലെറിഞ്ഞതിന്റെ പാടുകൾ, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും മനുഷ്യരെ സ്നേഹിക്കാനും വിശ്വസിക്കാനും അവൻ മറന്നിട്ടില്ല. അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. മനുഷ്യരോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. ഭക്ഷണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കരുത്. വിശന്നിരിക്കുന്ന ശരീരത്തിൽ കല്ലേറ്റാൽ അത് വല്ലാതെ വേദനിക്കും. ഞാൻ ആ കടക്കാരന് കുറച്ചുകൂടി പണം നൽകി. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ആ നായയ്ക്ക് ഭക്ഷണം നൽകണമെന്ന് അവനോട് പറഞ്ഞേൽപ്പിച്ചു. ഞാൻ മടങ്ങി വരുമ്പോൾ ബാക്കി പണം നൽകാമെന്നും പറഞ്ഞു. ശരി കൂട്ടുകാരാ, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് ആ നായയുടെ തലയിൽ തലോടി ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. ട്രെയിൻ യാത്ര തുടങ്ങിയിട്ട് കാലം കുറേയായി. വണ്ടി നീങ്ങി തുടങ്ങിയതോടെ എല്ലാം സജീവമായി. ട്രെയിനിലെ കച്ചവടക്കാരിൽ നിന്നും കരിക്കും വെള്ളവും ചൂടുള്ള ആലുച്ചോപ്പും കഴിച്ച് ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. 2 മണിക്കൂർ കഴിഞ്ഞുണർന്നപ്പോൾ വൈകുന്നേരത്തെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ജസീതി ജംഗ്ഷൻ എത്താറായി. നഗരത്തിന്റെ തിരക്കുകൾ മാറി ബംഗാളിന്റെ ഉൾനാടൻ ഭംഗി തെളിഞ്ഞു തുടങ്ങി. പച്ച വിരിച്ച നെൽപ്പാടങ്ങളും മരങ്ങളും നിറഞ്ഞ ഗ്രാമീണ ഭംഗി കണ്ട് എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. മരങ്ങൾ തൂങ്ങിയാടുന്നതും പാടത്തിലൂടെ ഓടുന്നതും പമ്പിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതുമൊക്കെ ഒരു സിനിമ പോലെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. പഴയ കാര്യങ്ങൾ ഓർത്ത് ഞാൻ അറിയാതെ ചിരിച്ചുപോയി. കൂടെയുള്ള യാത്രക്കാർ എന്നെ ഒരു ഭ്രാന്തനെ പോലെ നോക്കുന്നുണ്ടായിരുന്നു. ജസീദി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നു. ഇനി ദുംഗയിലേക്ക് 30 കിലോമീറ്റർ കൂടി യാത്രയുണ്ട്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ടാക്സി ശരിയാക്കി ഞാൻ യാത്ര തുടർന്നു. ഗ്രാമത്തിലെ കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ ടാക്സി കുതിച്ചു പാഞ്ഞു. സമയം 6 മണിയേ ആയുള്ളൂ. എങ്കിലും നല്ല ഇരുട്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകളോ മറ്റു വണ്ടികളോ റോഡിലില്ലായിരുന്നു. പെട്ടെന്ന് വണ്ടി നിന്നു. റേഡിയേറ്ററിൽ വെള്ളം തീർന്നു പോയിരിക്കുന്നു. ഡ്രൈവർ വെള്ളമെടുക്കാനായി അടുത്തുള്ള കുളത്തിലേക്ക് പോയി. ആ വിജനമായ സ്ഥലത്ത് ഞാനും ആ വണ്ടിയും മാത്രം. മൂടൽമഞ്ഞും ഇരുട്ടും ആ സ്ഥലത്തെ കൂടുതൽ ഭയാനകമാക്കി. എനിക്ക് കുട്ടിക്കാലം മുതലേ ഇരുട്ടിനെ വല്ലാത്ത പേടിയാണ്. 6-7 വയസ്സുള്ളപ്പോൾ പ്രയാഗരാജിലെ ഞങ്ങളുടെ പഴയ വീടിന്റെ 3-ാം നിലയിലെ ഒരു മുറിയിൽ ഞാൻ അറിയാതെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. എന്റെ ചെറിയമ്മാവൻ ആത്മഹത്യ ചെയ്ത മുറിയായിരുന്നു അത്. ആ തണുത്ത ഇരുട്ടിൽ മുറിക്കുള്ളിലെ ഫാനിൽ തൂങ്ങിക്കിടന്ന ആ ശരീരം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നു മുതൽ ഇരുട്ടിൽ ആരോ എന്നെ നിരീക്ഷിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. പെട്ടെന്ന് ദൂരെ പാടത്ത് ഒരു നിഴല് കണ്ടു. ചുവന്ന കരയുള്ള വെള്ള സാരിയുടുത്ത ഒരു സ്ത്രീ പാടത്ത് നിന്ന് എൻ്റെ നേരെ നടന്നു വരുന്നു. ഞാൻ ആ വണ്ടിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് ലോക്കായിരുന്നു. അവരടുത്തേക്ക് വരുന്തോറും കഴിഞ്ഞ ദിവസം ഫോണിൽ കേട്ട ആ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങി. അന്ധകാരത്തെ ഭയപ്പെടേണ്ട, ഞാൻ അലറി വിളിച്ചു. ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? പെട്ടെന്ന് ഡ്രൈവർ വന്നു. വാതിൽ തുറന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാത്രമാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ഞങ്ങൾ ദുംഗയിലെ ബാനാർജി രാജവാടിയിൽ എത്തിയപ്പോൾ ഞാൻ കണ്ടത് ഒരു വലിയ കൊട്ടാരമാണ്. 300 വർഷത്തെ പഴക്കമുള്ള ആ കൊട്ടാരത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. ഞാൻ എൻ്റെ കണ്ണുകൾ വിടർത്തി അത് നേരിൽ കണ്ടു. അത്രമേൽ വിശാലവും ഗംഭീരവുമായ ഒന്ന്. ഇന്ദ്രനീലന്റെ കൊട്ടാരത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നേരിൽ കാണുകയും ചെയ്തു. 300 വർഷം പഴക്കമുള്ള ഈ കൊട്ടാരം എത്രയോ കഥാപാത്രങ്ങളുടെ കഥകൾ കേട്ടിട്ടുണ്ടാകും. എത്രയോ ചരിത്രങ്ങൾ ഇതിനുള്ളിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ടാക്സിയിൽ നിന്നിറങ്ങി എൻ്റെ സാധനങ്ങൾ പുറത്തേക്കെടുത്തു. പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ ഓടി വന്നു. ആരെ, നിൽക്കൂ ഭായ്, ഇങ്ങോട്ട് വരൂ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. നീ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഞാൻ ഇന്ദ്രനീലിനെ മാറോട് ചേർത്ത് പിടിച്ചു. വണ്ടി വരുന്ന ശബ്ദം കേട്ട് അവൻ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിയിരുന്നു. ഞാൻ എത്ര വിലക്കിയിട്ടും അവൻ ടാക്സി വാടക ഡ്രൈവർക്ക് നൽകാൻ തന്റെ സഹായിയായ പാരിതോഷിനെ ഏൽപ്പിച്ചു. നിന്റെ ഈ കൊട്ടാരം കണ്ടിട്ട് പേടിയാവുകയാ. ഇതെത്ര വലുതാ, ഇവിടെ ആരൊക്കെയുണ്ട്? ഞാൻ ചോദിച്ചു. ആദ്യം അകത്തേക്ക് നടക്കൂ, എല്ലാവരെയും പരിചയപ്പെടുത്താം.
ഇതൊരു വലിയ കുടുംബമാണ്. നീ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്? ആദ്യം നിന്റെ മുറി കാണിച്ചു തരാം. നീ വസ്ത്രമൊക്കെ മാറി വാ. എന്നിട്ട് ഭക്ഷണ സമയത്ത് എല്ലാവരെയും പരിചയപ്പെടാം. ശരി, പക്ഷെ എന്റെ സാധനങ്ങൾ? ഞാൻ പറഞ്ഞു തീരും മുമ്പേ ഇന്ദ്രനീൽ പാരിതോഷിനോട് എന്റെ ബാഗുകൾ മുറിയിലെത്തിക്കാൻ പറഞ്ഞു. എന്നെയും കൂട്ടി അവൻ കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നു. കൊട്ടാരത്തിന്റെ പിറകുവശത്ത് നിന്ന് ഡാക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ബംഗാളിലെ ചെണ്ട പോലെയുള്ള ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കാളി പൂജയ്ക്കും മാ താരയുടെ പൂജയ്ക്കും വലിയ പ്രാധാന്യമാണ്. രാത്രികാലങ്ങളിൽ ദേവി സഞ്ചാരത്തിനിറങ്ങുമെന്നാണ് വിശ്വാസം. നമ്മുടെ ശാസ്ത്രങ്ങളിലും ഇതിനെക്കുറിച്ച് വിവരണമുണ്ട്. ഭക്തരുടെ ഒരു വിളി കേട്ടാൽ ഓടിയെത്തുന്ന ഏറ്റവും ജാഗ്രതയുള്ള ദേവിമാരാണ് കാളിയും താരയും എന്നാണ് പറയപ്പെടുന്നത്. വർഷം മുഴുവൻ ഡാക്ക് മുഴങ്ങാറുണ്ടെങ്കിലും ദേവി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ചില വീടുകളിൽ എല്ലാ ദിവസവും ആചാരപ്രകാരം പൂജകൾ നടക്കാറുണ്ട്. വീട്ടിൽ വലിയൊരു അനുഷ്ഠാനം നടക്കാൻ പോകുന്നത് കൊണ്ടാകാം ഡാക്കക്കാരെ വരുത്തിയത്. സത്യം പറഞ്ഞാൽ ആ മേളം കേട്ടപ്പോൾ എന്റെ പാദങ്ങൾ അറിയാതെ നൃത്തം ചെയ്യാൻ വെമ്പി. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ഈ കൊട്ടാരം ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ ഗംഭീരമായിരുന്നു. പണ്ടേതോ രാജാക്കന്മാരുടേതായിരുന്നു ഇതെന്ന് കണ്ടാലേ അറിയാം. ചുമരുകളിൽ വേട്ടയാടിയ മൃഗങ്ങളുടെ തലകൾ ട്രോഫികൾ പോലെ അലങ്കരിച്ചിരുന്നു. ആ ചുവരുകളിൽ തൂക്കിയ ചിത്രങ്ങളിലൂടെ ബാനാർജി കൊട്ടാരത്തിന്റെ ചരിത്രം മിന്നി മറയുന്നുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ, നായാട്ട്, പൂജകൾ, അങ്ങനെ ഒട്ടനവധി കഥകൾ ആ ചിത്രങ്ങളിൽ നിഴലിച്ചിരുന്നു. അതിനിടയിൽ ഒരു ചിത്രത്തിൽ എന്റെ നോട്ടമുടക്കി. രാജകീയമായ വേഷം ധരിച്ച, മീശ പിരിച്ചു വെച്ച, മുഖത്ത് ഭയപ്പെടുത്തുന്ന തേജസ്സുള്ള ഒരാൾ. ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അദ്ദേഹം എന്നെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് തോന്നും. ആ ചിത്രത്തിലുള്ളത് ആരാണ്? ഞാൻ ചോദിച്ചു. അത് എന്റെ മുത്തശ്ശന്റെ അച്ഛനാണ്. കാണുന്നില്ലേ, ഈ പ്രദേശം മുഴുവൻ അദ്ദേഹത്തിന് മുമ്പിൽ വിറച്ചിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പോലും പേടിയോടെയാണ് സംസാരിച്ചിരുന്നത്. അതൊക്കെ പഴയ കാര്യങ്ങൾ. നീ വാ, നിന്റെ മുറി ദാ ഇവിടെയാണ്. ഞങ്ങൾ വലിയൊരു വാതിലുള്ള മുറിയിലെത്തി. അതിന്റെ താഴെ തുറന്നപ്പോൾ വാതിൽ ഒരു ഞരക്കത്തോടെ തുറന്നു. വലിയ ജനാലകളിലൂടെ വന്ന തണുത്ത കാറ്റിൽ നീലൻ കർട്ടനുകൾ പറന്നുയർന്നു. ഒരു മൂലയിൽ ചുമരിൽ ഒരു കടികാരവും അതിന് താഴെയുള്ള മേശപ്പുറത്ത് ഒരു ടേബിൾ ലാമ്പും ഉണ്ടായിരുന്നു. ആ മേശപ്പുറത്ത് ചില പുസ്തകങ്ങളും പെൻ ഹോൾഡറും താഴെ തറയിൽ ചില കടലാസുകളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഇന്ദ്രനീൽ പാരിതോഷിനെ നോക്കാൻ പുറത്തേക്ക് പോയ ആ സമയം ഞാൻ ആ കടലാസുകൾ പെറുക്കി മേശപ്പുറത്ത് വെച്ചു. അതിനു മുകളിൽ ഒരു പേപ്പർ വെയിറ്റും എടുത്തു വെച്ചു. എങ്കിലും ആ കടലാസിന്റെ അറ്റങ്ങൾ കാറ്റിൽ അപ്പോഴും ഇളകുന്നുണ്ടായിരുന്നു. ആ പേപ്പർ വെയിറ്റിന്റെ പിടിയിൽ നിന്ന് മോചിതനായി ഒരിക്കൽ കൂടി പറന്നുയരാൻ കൊതിക്കുന്നത് പോലെ. നമ്മൾ പലപ്പോഴും ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ കടലാസുകളും പേപ്പർ വെയിറ്റും നമ്മൾ പലരുടെയും കഥയാണ് പറയുന്നത്. ബന്ധങ്ങൾ, സമൂഹം, ജോലി, ഇതിൻ്റെയൊക്കെ ഭാരത്തിനടിയിൽ അമർന്നു പോയ നമ്മുടെ ആഗ്രഹങ്ങൾ, ജീവിത തിരക്കിനിടയിൽ നമ്മൾ മറന്നുപോയതോ അല്ലെങ്കിൽ മറന്നതായി നടിക്കുന്നതോ ആയ ആഗ്രഹങ്ങൾ. ഈ ഭാരങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളും ഈ കടലാസുകളെപ്പോലെ പറക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഭയമില്ലാതെ, തടസ്സങ്ങളില്ലാതെ, ജീവിതത്തിന്റെ താളത്തിനൊത്ത് ഇങ്ങനെ പറന്നു നടക്കാൻ. നീ അവിടെ എന്ത് ചെയ്യുക? ഇന്ദ്രനീൽ ഉച്ചത്തിൽ ചോദിച്ചു. ഒന്നുമില്ല, ഈ കടലാസുകൾ താഴെ വീണ് കിടക്കുകയായിരുന്നു. അതൊന്ന് അടുക്കിപ്പെറുക്കി വെച്ചതാ. അതവിടെ ഇരിക്കട്ടെ, നീ ഇവിടേക്ക് വന്നിരിക്കൂ. ആദ്യം പറയൂ, നിന്റെ പോഡ്കാസ്റ്റൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ നിന്റെ കഥകളെല്ലാം കേൾക്കാറുണ്ട്. നീ നന്നായി എഴുതുന്നുണ്ട്. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, നീ ഇടയ്ക്കിടെ എവിടെയാണ് അപ്രത്യക്ഷനാകുന്നത്? മാസങ്ങളോളം ഒന്നും പോസ്റ്റ് ചെയ്യാറില്ലല്ലോ. എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ എന്തു പറയും? എൻ്റെ കേൾവിക്കാർക്കും എന്നോട് പിണക്കമാണ്. കഴിഞ്ഞ 2 വർഷമായി എൻ്റെ ഭാര്യയുടെ ആരോഗ്യം മോശമാണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കാരണം അവൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. അച്ഛൻ്റെ കാര്യം നിനക്കറിയാലോ. 13 സർജറികൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കാഴ്ച പൂർണ്ണമായും കിട്ടിയിട്ടില്ല. പോരാത്തതിന് എനിക്ക് ആർത്രൈറ്റിസിന്റെ പ്രശ്നവും. മുട്ടുകളും തോളും കഴുത്തുമൊക്കെ വല്ലാതെ വേദനയാണ്. വീട്ടിലെല്ലാവരും രോഗികളായിരിക്കുകയും എല്ലാ ഉത്തരവാദിത്വവും എൻ്റെ തലയിലാവുകയും ചെയ്യുമ്പോൾ മനസ്സ് പ്രവർത്തിക്കില്ല. എഴുതാനിരിക്കുമ്പോൾ സമ്മർദ്ദം കാരണം അത് വലിയൊരു പോരാട്ടമായി മാറും. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്.
കഥകൾ എഴുതിയില്ലായിരുന്നെങ്കിൽ ആർക്കും എന്നോട് ദേഷ്യം തോന്നുമായിരുന്നില്ല. പക്ഷേ സത്യമതല്ല. ഈ കഥകളിലൂടെയാണ് ഞാനും ആ കടലാസിനെ പോലെ പറന്നുയരുന്നത്. അതുകൊണ്ടാണ് എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ വീണ്ടും എഴുതുന്നത്. വീഴുമ്പോഴും എഴുത്തിലൂടെ ഞാൻ എന്നെ തന്നെ ജീവനുള്ളവനായി കാണുന്നു. എന്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രനീൽ എന്റെ തോളിൽ കൈവച്ചമർത്തി. അയ്യോ, പതുക്കെ, വേദനിക്കുന്നു. എന്റെ ആർത്രൈറ്റിസ് വേദന മുഖത്ത് വ്യക്തമായിരുന്നു. അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലത്തെ ഗുസ്തി, എന്റെ റോയൽ ബംഗാൾ ടൈഗർ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അന്ന് രാത്രി ഇന്ദ്രനീലും ഞാനും മുറിയിലിരുന്ന് പുലരുവോളം കുട്ടിക്കാലത്തെ ഓർമ്മകൾ പുതുക്കി. പാരിതോഷ് ഭക്ഷണം മുറിയിൽ എത്തിച്ചു തന്നു. സംസാരിച്ചങ്ങനെ കിടക്കുന്നതിനിടയിൽ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അറിയില്ല. ഉണർന്നപ്പോൾ സമയം 11 മണി കഴിഞ്ഞിരുന്നു. താഴെ നിന്ന് ഇന്ദ്രനീലിന്റെ അമ്മ അവനെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്ര, എടാ ഇന്ദ്ര, 11 മണിയായി, ഇനിയും ഉറങ്ങുകയാണോ? എടാ എഴുന്നേൽക്ക്, അമ്മ താഴെ നിന്ന് വിളിക്കുന്നുണ്ട്. നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ അവനെ തട്ടി വിളിച്ചു. അതൊന്നും സാരമില്ലടാ, അവരുടെ പതിവ് പരിപാടിയല്ലേ, അവൻ മടിയോടെ പറഞ്ഞു. അമ്മ വാതിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവർക്ക് ഒരു മാറ്റവുമില്ല. അതേ ദേഷ്യം, പക്ഷേ കണ്ണുകളിൽ ആ പഴയ സ്നേഹം അതിപ്പോഴുമുണ്ട്. ഞാൻ അവരുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. അവരെന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ മനസ്സിൽ ഒരു സമാധാന തിരമാല കടന്നുപോയി. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരമ്മ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ആ അനുഭവം ഞാൻ മറന്നുപോയിരുന്നു. എന്താടാ, നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണമൊന്നും വേണ്ടേ? അവർ ചോദിച്ചു. ആ വാക്കുകൾ കേട്ടിട്ട് കാലം കുറേയായി. എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ആൻറ്റി പൊയ്ക്കോളൂ, ഞാൻ ഇവനെ എഴുന്നേൽപ്പിച്ചോളാം. എന്താണ് ഭക്ഷണത്തിനുണ്ടാക്കിയത്? ആലു പൊറോട്ട, പായസം. അത് കേട്ടപ്പോഴേ എൻ്റെ വായിൽ വെള്ളമൂറി. വേഗം വാ മക്കളെ, ഇന്ന് പൂജയുടെ ആദ്യ ദിവസമാണ്. ആദ്യ ദിവസമോ? പൂജ ഒരു ദിവസമല്ലേ ഉള്ളൂ? ഞാൻ അത്ഭുതപ്പെട്ടു. അല്ല മോനെ, ഞങ്ങളുടെ ഇവിടെ ഇത് 3 ദിവസം നീണ്ടു നിൽക്കും. ഈ പൂജ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. കുളിയും നനയും കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. വലിയൊരു തീന്മേശയ്ക്ക് ചുറ്റും കുടുംബം മുഴുവനും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരൻ അങ്കിത് ബോസ്. ഇന്ദ്രനീൽ എന്നെ പരിചയപ്പെടുത്തി. മേശയുടെ അങ്ങേയറ്റത്തിരുന്ന ഗൗരവക്കാരനായ ഒരാൾ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ, സുഖമാണോ? ഇത് അമ്മാവൻ. അച്ഛന് ശേഷം ഇദ്ദേഹമാണ് കുടുംബനാഥൻ, ഇന്ദ്രനീൽ പറഞ്ഞു. ബാക്കി എല്ലാവരെയും അവൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഞാൻ മുതിർന്നവരുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. വരൂ മോനെ, ഇരിക്കൂ. നീയും ഇപ്പോൾ ഈ കുടുംബത്തിലെ അംഗമാണ്. അമ്മാവന്റെ ആ വാക്കുകൾ എന്നെ സന്തോഷിപ്പിച്ചു. ഭക്ഷണം അതിഗംഭീരമായിരുന്നു. ഇന്ദ്രനീൽ, നീ ഇവന് ഈ നാടയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്, അമ്മാവൻ പറഞ്ഞു. ശരി അമ്മാവ, ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്കിതേ, ഈ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് നീ എവിടെയും പോകരുത്. എന്റെ കൂടെ തന്നെ നിൽക്കണം. എന്താടാ, ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ടു പോകുമോ? ഞാൻ തമാശയായി ചോദിച്ചു. അല്ലടാ, ഞാൻ പറയുന്നത് കേൾക്ക്. പതുക്കെ നിനക്കെല്ലാം മനസ്സിലാകും. ഇന്ദ്രനീലിന് അറിയാമായിരുന്നു എനിക്ക് നാട്ടിൻപുറം വല്ലാതെ ഇഷ്ടമാണെന്ന്. വണ്ടി നാട്ടുവഴികളിലൂടെ നീങ്ങിയപ്പോൾ ആളുകൾ ഞങ്ങളെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ എന്താ നമ്മളെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ചോദിച്ചു. ഇത് രാജകുടുംബത്തിന്റെ വണ്ടിയല്ലേ, അപ്പോൾ ആളുകൾ നോക്കും. അതൊക്കെ നിനക്ക് ശീലമായിക്കോളും. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്നും രാജകുടുംബങ്ങളെ ആളുകൾ ബഹുമാനത്തോടെയും കൗതുകത്തോടെയും നോക്കാറുണ്ട്. അവരുടെ ജീവിത രീതികളും ആചാരങ്ങളും ഇന്നും രഹസ്യാത്മകമാണ്. പണ്ട് പ്രിൻസസ് ഡയാന കൊൽക്കത്തയിൽ വന്നപ്പോൾ അവരെ ഒരു നോക്ക് കാണാൻ വെയിലത്ത് കാത്തുനിന്ന ആ 8 വയസ്സുകാരൻ അങ്കിത് ബോസിനെ എനിക്ക് ഓർമ്മ വന്നു. ഇന്ന് ഞാൻ ഈ വശത്തും അവൻ ആ വശത്തുമാണെന്ന വ്യത്യാസം മാത്രം. എന്താ ആലോചിക്കുന്നത്? ഇന്ദ്രനീൽ ചോദിച്ചു. വണ്ടി മയൂരാക്ഷി നദിക്കരയിലെത്തി. നദിയിലെ തണുത്ത കാറ്റേറ്റപ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നി. മനുഷ്യർ നദികളുടെ ഭംഗി നശിപ്പിക്കാറുണ്ടെങ്കിലും ഇവിടെ മയൂരാക്ഷി എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ ഉച്ച സമയത്ത് ഞങ്ങൾ തോണിയിൽ കുറച്ചു നേരം യാത്ര ചെയ്തു. അവിടുത്തെ തോണിക്കാരന്റെ മുഖത്തും ഗ്രാമവാസികളുടേതിന് സമാനമായ ഒരു ഭാവമായിരുന്നു. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി. എല്ലാവരും വിശ്രമിക്കാൻ പോയിരുന്നു. ഞാനും എൻ്റെ മുറിയിൽ ചെന്ന് കിടന്നു. പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. മോനെ, നിനക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ. ഇതാ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു.
ഞാൻ തറയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. മുത്തശ്ശി തന്ന പുതിയ കുർത്തയും പൈജാമയും ഇട്ട് ഞാൻ കാളി പൂജ കാണാൻ പുറത്തിറങ്ങി. പക്ഷേ ഇതെന്താണ്? റോഡിൽ ആരുമില്ല. പൂജയുടെ ബഹളങ്ങളില്ലാതെ നാട് ശ്മശാന മുഖമായിരിക്കുന്നു. ഞാൻ പൂജപ്പന്തലിലെത്തി. അവിടെയും ആരുമില്ല. പക്ഷേ അവിടെ ഇരുന്ന വിഗ്രഹം കണ്ടപ്പോൾ എന്റെ ചോര തണുത്തുപോയി. വെള്ള നിറത്തിലുള്ള നിർജീവമായ കണ്ണുകൾ, കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ, നെറ്റിയിൽ നിന്ന് മൂക്കിൻ തുമ്പ് വരെ നീളുന്ന ചുവന്ന തിലകം, വെള്ള തലമുടിയുള്ള ചുവന്ന സാരി ഉടുത്ത ഒരു വൃദ്ധയുടെ വിഗ്രഹം. അമ്മ കാളിയെപ്പോലെ ആ വിഗ്രഹത്തിന്റെ നാവ് പുറത്തേക്ക് നീണ്ടിരുന്നു. രക്തം പുരണ്ട നീളമുള്ള നാവ്. പെട്ടെന്ന് ആ വിഗ്രഹത്തിന്റെ കണ്ണുകൾ അനങ്ങുന്നത് ഞാൻ കണ്ടു. അതെന്നെ തന്നെ നോക്കുന്നു. പേടിച്ചു വിറച്ചുപോയ ഞാൻ പുറകോട്ട് മാറിയപ്പോൾ ആ വിഗ്രഹത്തിന്റെ കഴുത്ത് എനിക്ക് നേരെ തിരിഞ്ഞു വന്നു. പെട്ടെന്ന് ആ വിഗ്രഹം പന്തലിന്റെ പടികൾ ഓടിയിറങ്ങി എന്റെ അടുത്തേക്ക് വന്നു. എന്റെ കാതിനടുത്ത് വന്ന് അത് മന്ത്രിച്ചു. ഞാൻ കൂടെയുണ്ട്. ഞാൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചിരുന്നു. ഹൃദയം പടപടാ ഇടിക്കുന്നു. മേശപ്പുറത്തിരുന്ന വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു. ഈ ശബ്ദം ഞാൻ ഫോണിലും പാടത്തും കേട്ട അതേ സ്ത്രീയുടെ ശബ്ദം. ഇത് വെറും തോന്നലാണോ? അതോ വല്ല അദൃശ്യ ശക്തിയും എന്നെ പിന്തുടരുന്നുണ്ടോ? അങ്കിത്, നീ ഉറങ്ങുകയാണോ? എന്താടാ വല്ലത് വിയർക്കുന്നത്? ഇന്ദ്രനീൽ മുറിയിലേക്ക് വന്നു. ഏയ്, ഒന്നുമില്ല. ഒരു സ്വപ്നം കണ്ടു. ഹൊറർ കഥകൾ എഴുതുന്ന നീ പേടി സ്വപ്നം കണ്ടെന്നോ? രാത്രി മുഴുവൻ പ്രേതങ്ങളെക്കുറിച്ചും പിശാചുകളെക്കുറിച്ചും വായിക്കുന്ന നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് പേടിക്കാനാണ്? അവൻ എന്നെ കളിയാക്കി. എഴുന്നേൽക്ക്, പൂജയ്ക്ക് സമയമായി. അമ്മാവൻ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്തായാലും ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. കുളി കഴിഞ്ഞ് പെട്ടിയിൽ നിന്നും ആ കുർത്ത പുറത്തെടുത്തു. അത് തികച്ചും പുതിയതായിരുന്നു. എന്റെ അപ്പൂപ്പന്റേതായിരുന്നു അത്. കുട്ടിക്കാലത്ത് മുത്തശ്ശി എനിക്ക് തന്നതാണത്. അന്നത് എനിക്ക് പാകമായിരുന്നില്ല. അതുകൊണ്ട് അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായി ഞാനത് സൂക്ഷിച്ചു വെച്ചു. ഇത്തവണ എന്തുകൊണ്ടോ അത് കൂടെ കരുതി. അത്ഭുതമെന്ന് പറയട്ടെ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ കുർത്ത എനിക്ക് കൃത്യമായി പാകമായി. ഞാൻ എന്തെങ്കിലും തടിച്ചു വീർക്കുമെന്ന് മുത്തശ്ശി മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം. ഇളം പിങ്ക് നിറത്തിലുള്ള ആ കുർത്തയിൽ മനോഹരമായ തുന്നൽപ്പണികൾ ഉണ്ടായിരുന്നു. അതിന്റെ തുണി അത്രമേൽ മൃദുവായിരുന്നു. അത് ധരിച്ചപ്പോൾ മുത്തശ്ശിയുടെ സ്നേഹത്തിന്റെ ചൂട് എന്റെ ശരീരം മുഴുവൻ പടരുന്നത് പോലെ എനിക്ക് തോന്നി. താഴെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്നു. ഇന്ദ്രനീൽ, അവന്റെ അമ്മ, അമ്മാവൻ, പാരിതോഷ്, അങ്ങനെ എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് കൈകളിൽ പൂജാതാലങ്ങളുമായി നിൽക്കുന്നു. ചുറ്റുപാടും ഏറെ മനോഹരമായിരുന്നു. ഞങ്ങൾ ഓരോ വണ്ടികളിലായി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. സാധാരണയായി കാളിപൂജ രാത്രി 12 മണിക്കാണ് തുടങ്ങുക. ഇപ്പോൾ ഏതാണ്ട് സമയം 11:30 ആയിരിക്കുന്നു. പകലിന് വിപരീതമായി ഗ്രാമം ഇപ്പോൾ വിജനമാണ്. ഭക്ഷണത്തിനായി കുരക്കുന്ന നായ്ക്കളുടെയും മൂങ്ങകളുടെയും ചീവീടുകളുടെയും ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. നല്ല തണുപ്പുണ്ട്. ഭാഗ്യത്തിന് ഞാനൊരു ഷോള് കൂടെ കരുതിയിരുന്നു. മൂടൽമഞ്ഞിനെ കീറി മുറിച്ച് വണ്ടി ആ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ മുന്നോട്ട് നീങ്ങി. ദൂരെ മിന്നുന്ന വെളിച്ചം കണ്ടു. പൂജ അവിടെയാണ് നടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരു കാളി പൂജയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി. കുട്ടിക്കാലം മുതലേ അമ്മ കാളിയോട് എനിക്ക് പ്രത്യേക ഭക്തിയുണ്ട്. പണ്ട് വീട്ടുകാർ കാണാതെ പാതിരാത്രിയിൽ ഞാൻ കാളിക്ഷേത്രത്തിൽ പോയി ധ്യാനിച്ചിരുന്നിട്ടുണ്ട്. അമ്മ കാളിയും ഞാനും തമ്മിലുള്ള ബന്ധം ഒന്നുകിൽ അമ്മയ്ക്കറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം. അതിനിടയിൽ മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ല. ദൂരെ നിന്ന് ധാക്കിന്റെ ശബ്ദവും അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിഴലുകളും കണ്ടു തുടങ്ങി. നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളൂ. മുന്നിൽ കാണുന്നതാണ് പൂജപ്പന്തൽ. 5 മിനിറ്റ് നടന്നാൽ അവിടെ എത്തും, ഡ്രൈവർ പറഞ്ഞു. അല്ല, വണ്ടി അവിടം വരെയും പോകുമല്ലോ, പിന്നെന്തിന് ഇവിടെ ഇറക്കണം? ഞാൻ സംശയത്തോട് ചോദിച്ചു. പെട്ടെന്ന് വിൻഡോയുടെ അരികിലായി ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു ഭ്രാന്തൻ. അവൻ വിളിച്ചു കൂവി, ഓടിക്കോ, ഇവിടുന്ന് ഓടിപ്പോക്കോ, അല്ലെങ്കിൽ നിന്റെ രക്തം കൊണ്ട് അവൾ കുളിക്കും. ഓടിപ്പോയി ഇവിടുന്ന്. ആ ഭ്രാന്തന്റെ പെട്ടെന്നുള്ള വരവിൽ ഞാൻ ഞെട്ടിപ്പോയി. അവൻ എന്താണ് ഈ പറയുന്നത്? ആരെന്നെ കൊല്ലും? ഈ രക്തബലി എന്നൊക്കെ പറയുന്നത് എന്താണ്? സാർ, നിങ്ങൾ ആ ഭ്രാന്തന്റെ വാക്ക് കേൾക്കണ്ട. അവൻ ഈ നാട്ടിലൂടെ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കാറുണ്ട്. സമയമായി, നിങ്ങൾ ചെല്ലൂ, ഞാനിവിടെ കാത്തിരിക്കാം.
ഡ്രൈവർ പറഞ്ഞു. നീ പൂജയ്ക്ക് വരുന്നില്ലേ? ഇല്ല സാറേ, ഈ പൂജയിൽ കുടുംബാംഗങ്ങൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല, ഡ്രൈവർ പറഞ്ഞു. അവന്റെ വാക്കുകളെക്കാൾ അവന്റെ മുഖത്തെ പേടിയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അവൻ അങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തതുപോലെ. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി പന്തലിലേക്ക് നടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഭ്രാന്തൻ അപ്പോഴും എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അലങ്കോലമായ മുടി, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, എല്ലുകൾ ഉന്തിയ ശരീരം, ആരും നോക്കാനില്ലാത്ത അവസ്ഥ. ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ചു. കുറച്ച് പണം നൽകി. അത് കണ്ടപ്പോൾ അവൻ സന്തോഷിച്ചു. ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എൻ്റെ കുർത്തയിൽ പിടിച്ചു വലിച്ചു. ഏയ് കേൾക്കൂ, അവളുടെ കണ്ണുകളിലേക്ക് നോക്കരുത്. പറ്റുമെങ്കിൽ ഇവിടെ ഓടിപ്പോക്കോ. ഇപ്പോഴേ രക്ഷപ്പെട്ടോ. മരിക്കും, നീ മരിക്കും. ഇതും പറഞ്ഞ് അവൻ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. അന്തരീക്ഷത്തിൽ അവന്റെ ആ ശബ്ദം മാത്രം ബാക്കി നിന്നു. മരിക്കും, നീ മരിക്കും. പന്തലിനടുത്തെത്തിയപ്പോൾ ഡാക്കിന്റെ ശബ്ദം കൂടിക്കൂടി വന്നു. അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ഗന്ധം അനുഭവപ്പെട്ടു. ശ്മശാനത്തിൽ ശവങ്ങൾ കത്തുമ്പോഴുള്ള മണം. അവിടെ നിന്ന് കുറച്ചകലെയായി ശ്മശാനമായിരുന്നു. അവിടെ ചിതകൾ കത്തുന്നുണ്ടായിരുന്നു. ഇന്ദ്രനീലിന്റെ കുടുംബം എന്തിനാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് പൂജ നടത്തുന്നത്? അങ്കിത്, വരൂ മോനെ, അകത്തേക്ക് വരൂ. അമ്മാവൻ എന്റെ കൈ പിടിച്ച് പന്തലിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഇന്ദ്രനീലിന്റെ അമ്മ എന്റെ നെറ്റിയിൽ തിലകം ചാർത്തി. സിന്ദൂരത്തിൽ മുക്കിയ ചുവന്ന 2 ലഡുവും പൂക്കളും എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് അമ്മയ്ക്ക് സമർപ്പിക്കൂ. വിഗ്രഹത്തിന് മുന്നിൽ അപ്പോഴും ഒരു മറയുണ്ടായിരുന്നു. ഞാൻ ആ ലഡുവും പൂക്കളും ദേവിക്ക് മുന്നിൽ അർപ്പിച്ചു. അപ്പോൾ ആ പൂജാരി ആ വിഗ്രഹത്തിന്റെ മറ നീക്കി. അത് കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കാലുകൾ നിലത്ത് തറഞ്ഞതുപോലെ എനിക്ക് തോന്നി. എന്റെ മുന്നിലുള്ളത് ഞാൻ ആരാധിക്കുന്ന എന്റെ അമ്മ കാളിയല്ല. ഭയത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന രൂപമായിരുന്നു അത്. കാളിയുടെ കറുത്ത നിറത്തിന് പകരം വിളറിയ ചുവപ്പ് നിറമായിരുന്നു ആ വിഗ്രഹത്തിന്. ചുറ്റുമുള്ള വെളിച്ചത്തെ ആ വിഗ്രഹം ആവാഹിച്ചെടുക്കുന്നത് പോലെ തോന്നി. ശരീരത്തിലെ ഞരമ്പുകൾ പാമ്പുകളെ പോലെ തെറിച്ചു നിൽക്കുന്നു. അതിലൂടെ രക്തം ഒഴുകുന്നത് പോലെ. കഴുത്തിൽ തലയൊട്ടി മാലയ്ക്ക് പകരം മനുഷ്യഹൃദയം പോലെ തോന്നിക്കുന്ന രക്തവർണ്ണത്തിലുള്ള മണികളുടെ ഒരു മാല. അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾക്ക് പിന്നിൽ മറഞ്ഞ മുഖത്തെ കണ്ണുകളിൽ അഗാധമായ അന്ധകാരം നിറഞ്ഞു നിന്നിരുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു കൊടുങ്കയത്തിലേക്ക് നോക്കുന്നത് പോലെ. ഒരിക്കൽ അതിലേക്ക് നോക്കിയാൽ പിന്നെ ആ ഇരുട്ടിൽ എന്നേക്കുമായി നമ്മൾ നഷ്ടപ്പെട്ടു പോകും. രക്തമിറ്റുന്ന നാവ് പുറത്തേക്കിട്ട് ചുണ്ടുകൾ ഭയാനകമായൊരു പുഞ്ചിരിയുമായി നിൽക്കുന്ന ദേവിയുടെ രൂപം. ആ രൂപത്തിന് ഒരുപാട് കൈകളുണ്ടായിരുന്നു. ഓരോ കൈവിരലുകളിലും വാള് പോലെ മൂർച്ചയുള്ള നഖങ്ങൾ. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം തറയിൽ പതിക്കുന്ന ആ വിഗ്രഹത്തിന്റെ നിഴലായിരുന്നു. ഒരു വിഗ്രഹം, പക്ഷേ പല നിഴലുകൾ. വെളിച്ചത്തിൽ പല രൂപങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ. ആ പന്തലിനുള്ളിൽ അസഹനീയമായ ഒരു തണുപ്പനുഭവപ്പെട്ടു. എന്റെ കൈകാലുകൾ മരവിച്ചു തുടങ്ങി. ഞാൻ അവിടെ സ്തബ്ധനായി നിന്നു. ഭയാനകമായ ദേവി വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് ആ ബലിയാടിന്റെ കഴുത്തറുത്തപ്പോൾ വായുവിൽ തെറിച്ച രക്തത്തുള്ളികൾ എന്റെ മുഖത്തേക്ക് ചീറ്റിത്തെറിച്ചപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത്. എന്റെ മുഖം മുഴുവൻ രക്തം പുരണ്ടിരുന്നു. എന്റെ ഇളം പിങ്ക് നിറത്തിലുള്ള കുർത്ത ഇപ്പോൾ രക്തത്തിൽ നനഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും മൃഗബലി കണ്ടിട്ടില്ല. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി. ഞാൻ ആ പന്തലിൽ നിന്ന് പുറത്തേക്കോടി. ഇന്ദ്രനീലും എന്റെ പിന്നാലെ ഓടി വന്നു. അങ്കിത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്ദ്രനീൽ, ഇതെന്തൊക്കെയാണ്? ഇതെന്ത് പൂജയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നീ പറഞ്ഞത് അമ്മ കാളിയുടെ പൂജയാണെന്നല്ലേ? ഞാൻ നിന്നോട് എപ്പോഴാണ് ഇത് കാളി പൂജയാണെന്ന് പറഞ്ഞത്? ഇന്ദ്രനീൽ പറഞ്ഞത് ശരിയാണ്. അവനോ അവന്റെ വീട്ടുകാരോ ഒരിക്കലും ഇതൊരു കാളി പൂജയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. ദീപാവലി രാത്രി ആയതുകൊണ്ട് ഇത് കാളി പൂജയായിരിക്കുമെന്ന് ഞാൻ തന്നെ ഉറപ്പിക്കുകയായിരുന്നു. ഇന്ദ്രനീൽ എനിക്കല്പം വെള്ളം തന്നു. ഇവിടെ ആരെയാണ് പൂജിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഞങ്ങളുടെ കുലദേവിയെ, രക്തവർണ്ണയെ. കഴിഞ്ഞ 75 തലമുറകളായി ഞങ്ങളുടെ കുടുംബം ഈ പൂജ നടത്തി വരുന്നു. നീ പേടിക്കണ്ട, അകത്തേക്ക് വരൂ. വേണ്ട, എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. ഞാൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇന്ദ്രനീൽ കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു. പിന്നെ അവന്റെ തൂവാല കൊണ്ട് എന്റെ മുഖത്തെ രക്തം തുടച്ചു തന്നു. ശരി, നീ പോയി വിശ്രമിച്ചോളൂ. നിനക്ക് സുഖമില്ലെന്ന് ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞോളാം. ഞാൻ വണ്ടിക്കടുത്ത് വരെ വരട്ടെ? വേണ്ട, നീ പൂജയിൽ പങ്കുചേരൂ.
ഞാൻ നടന്നോളാം. ശ്രദ്ധിക്കണം, പാരിതോഷ് വീട്ടിലുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ അവനോട് ചോദിക്കണം. മുറിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. രാത്രിയിൽ എവിടെയും കറങ്ങി നടക്കരുത്. ഇന്ദ്രനീൽ പന്തലിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ പതുക്കെ വണ്ടി കിടക്കുന്നിടത്തേക്ക് നടന്നു. പെട്ടെന്ന് ആ ഭ്രാന്തന്റെ വാക്കുകൾ എന്റെ കാതുകളിൽ മുഴങ്ങി. ഓടിക്കോ, അല്ലെങ്കിൽ നിന്റെ രക്തം കൊണ്ട് അവൾ കുളിക്കും. രക്തവർണ്ണ എല്ലാവരെയും കൊല്ലും. ആ പേര് കേട്ടപ്പോൾ എന്റെ ശരീരം വിറച്ചു. ആ ഭ്രാന്തൻ പറഞ്ഞതും ഈ ദേവിയുടെ പേരാണല്ലോ. എനിക്ക് ആ ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയണം. ആ ഭ്രാന്തനെ എനിക്ക് കണ്ടെത്തണം. ഞാൻ വണ്ടിയിലേക്ക് പോകാതെ പാടങ്ങളിലൂടെ നടന്നു. മൂടൽമഞ്ഞും ഇരുട്ടും നിറഞ്ഞ ആ രാത്രിയിൽ പേടി തോന്നിയെങ്കിലും അമ്മ കാളിയുടെ നാമം ജപിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. കുറേ നേരം അലഞ്ഞതിന് ശേഷം പാടത്തിന് നടുവിൽ ഒരു ഉണങ്ങിയ മരത്തിന് താഴെ ചെറിയൊരു വെളിച്ചം കണ്ടു. നിലാവിന്റെ നേർത്ത വെട്ടത്തിൽ അതൊരു ചെറിയ കുടിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. നീ വന്നോ? പുറത്ത് നിൽക്കാതെ അകത്തേക്ക് വരൂ. ആ ഭ്രാന്തൻ ഞാൻ അവിടെ എത്തിയെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ കുടിലിനുള്ളിൽ കയറി. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, പക്ഷേ നിനക്കൊന്നും അറിയില്ല. മരിക്കാനാണോ ഇവിടേക്ക് വന്നത്? എത്രയും പെട്ടെന്ന് ഇവിടെ ഓടിപ്പോവുകയാണ് നിനക്ക് നല്ലത്. അവൾ നിന്നെ തേടി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെട്ടു. ആ ആടിന്റെ ബലി കൊണ്ട് അവളുടെ വിശപ്പ് അടങ്ങില്ല. അവൾ രക്തദാഹിയാണ്. രക്തവർണ്ണ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് ബാനർജി കുടുംബത്തിന്റെ കുലദേവിയല്ലേ? ദേവി രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നീ ഉദ്ദേശിക്കുന്ന ഒരു ദേവിയല്ല. ഇരുട്ടിന്റെ ഗർഭത്തിൽ നിന്നുണ്ടായ പിശാചുക്കളുടെ സോമിനിയാണവൾ. സാക്ഷാൽ മൃത്യുവിന്റെ രൂപം. അവളുടെ ദൃഷ്ടി ഒരിക്കൽ ഒരാളുടെ മേൽ പതിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക അസാധ്യം. അവൾക്ക് നിന്റെ രക്തം വേണം. നിങ്ങൾ ഈ പറയുന്നതൊക്കെ വിഡ്ഢിതമാണ്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നിന്നെ ഇന്ദ്രനീൽ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതല്ലേ? അയാൾ ചോദിച്ചു. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞാനവന്റെ അച്ഛനാണ്. ഇന്ദ്രനീലിന്റെ അച്ഛൻ മരിച്ചു പോയതാണല്ലോ എന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ ഭ്രാന്തന്റെ മുഖത്തെ ചിരി കണ്ട് എന്റെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. പെട്ടെന്ന് അയാളുടെ നാവിൽ നിന്ന് ഫോണിൽ കേട്ട അതേ ശബ്ദം ഞാൻ കേട്ടു. പേടിച്ച് വിറച്ച് ഞാൻ ആ തറയിൽ വീണുപോയി. അവിടെ നിന്ന് ഇഴഞ്ഞ് ഞാൻ പുറത്തേക്കോടി. ആ ശബ്ദം കേട്ട് നീ പേടിച്ചോ? എങ്കിൽ ഓർത്തു വെച്ചോ, അവൾ തന്നെയായിരിക്കും നിന്നെ രക്ഷിക്കുന്നതും. ഇവിടുന്ന് ഓടിപ്പോയ്ക്കോ. രക്തവർണ്ണയ്ക്ക് ഇന്ന് ബലിയാടികളെ കിട്ടിക്കഴിഞ്ഞു. നിനക്കിനി 2 ദിവസമേ ബാക്കിയുള്ളൂ. വെറും 2 ദിവസം. അയാളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഭയം കൊണ്ട് എന്റെ രോമങ്ങൾ എഴുന്നേറ്റു നിന്നു. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ പാടങ്ങളിലൂടെയും പറമ്പുകളിലൂടെയും ഞാൻ ശ്വാസം പിടിച്ചോടിക്കൊണ്ടേയിരുന്നു. ആരോ എന്നെ പിന്തുടരുന്നത് പോലെ എനിക്ക് തോന്നി. ഇനിയത് ആരെങ്കിലും എന്റെ പിന്നാലെ വരുന്നതാണോ അതോ എന്റെ മനസ്സിന്റെ തോന്നലാണോ എന്നെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ ഗ്രാമത്തിൽ വിചിത്രമായി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്റെ മുറിയിലെത്തിയ പാടെ ഞാൻ വാതിലകത്ത് നിന്ന് ശക്തിയായി അടച്ചുപൂട്ടി. ആ സ്ഥലം, ആ പൂജ, ആ ഭ്രാന്തൻ, പിന്നെ ആ ശബ്ദം എല്ലാം എന്റെ കണ്ണുകൾക്കും കാതുകൾക്കും മുന്നിൽ തെളിഞ്ഞു കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു കൂട്ടിലകപ്പെട്ട പക്ഷിയെപ്പോലെയായിരുന്നു എന്റെ അവസ്ഥ. ആ കൂട് പതുക്കെ പതുക്കെ ചെറുതായി വന്ന് എന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അങ്കിത്, എഴുന്നേൽക്കൂ, ചായ കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ കണ്ണു തുറന്നപ്പോൾ പാരിതോഷ് ഒരു കപ്പ് ചായയുമായി മുന്നിൽ നിൽക്കുന്നു. ഞാൻ കണ്ണുകൾ തിരുമ്മി ചായ വാങ്ങി. അപ്പോൾ പാരിതോഷിന്റെ മുഖത്തേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. അവൻ വല്ലാതെ ഭയപ്പെട്ടതുപോലെ തോന്നി. എന്തുപറ്റി പാരിതോഷ്? സാർ, ആ ഭ്രാന്തനില്ലേ, ഇന്നലെ രാത്രി ആരോ അയാളെ ക്രൂരമായി കൊലപ്പെടുത്തി. എന്ത്? എനിക്കത് വിശ്വസിക്കാനായില്ല. പാരിതോഷ് എന്തോ പറയാൻ വന്നിട്ട് പാതി വഴിയിൽ നിർത്തി. നീ എന്തോ പറയാൻ തുടങ്ങിയല്ലോ. സാർ, പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? സാർ, അല്പസമയത്തിനകം നദിക്കരയിലേക്ക് വരൂ. ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവിടേക്ക് വരാം. ബാക്കി അവിടെ വെച്ച് വ്യക്തമായി പറയാം. ഇതും പറഞ്ഞ് അവൻ വേഗം അവിടെ നിന്ന് പോയി. ഞാൻ എഴുന്നേറ്റ് വസ്ത്രം പോലും മാറാതെ കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നു. മുറ്റത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രനീൽ എന്നെ കണ്ടു. അങ്കിത്, ഈ വെളുപ്പിനെ നീ എങ്ങോട്ടാണ്? ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഞാൻ വേഗം
ആ ഭ്രാന്തന്റെ കുടിലേക്ക് നടന്നു. പക്ഷേ രാത്രിയിലെ കാഴ്ചയും പകൽ വെളിച്ചത്തിലെ കാഴ്ചയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. എനിക്ക് വഴി കൃത്യമായി മനസ്സിലായില്ല. എതിരെ വന്ന ഒരാളോട് ഞാൻ വഴി ചോദിച്ചു. ഇവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആ ഭ്രാന്തന്റെ കുടിൽ അതെവിടെയാണ്? സാറേ, അയാൾ മരിച്ചു പോയല്ലോ. ഇന്ന് രാവിലെ അയാളുടെ കുടിലിൽ മരിച്ചു കിടക്കുകയായിരുന്നു. എന്ത് ഭയാനകമായ മരണമാണ്! ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലുമില്ല. അദ്ദേഹം പറഞ്ഞ വഴിയിലൂടെ ഞാൻ ആ കുടിലിന് മുന്നിലെത്തി. അവിടെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. കുടിലിന്റെ മുറ്റത്ത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ചോര. ആരോ ചുവന്ന് പെയിന്റ് അടിച്ചതുപോലെ തറ മുഴുവൻ രക്തമായിരുന്നു. ആ രക്തത്തിന്റെ പാടുകൾ ഒരു ആൽമരത്തിന്റെ ചുവട് വരെ നീളുന്നു. ആ ആൽമരത്തിന്റെ ഒരു കൊമ്പിൽ അയാളുടെ പറഞ്ഞു തൂങ്ങിയ കൈകൾ ആരോ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അയാളുടെ പകുതി ശരീരം മാത്രം, വിളറിയ ശരീരം, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളും നാവും കഴുത്തിൽ ഒടിച്ചു തിരിച്ചിരിക്കുന്നു. വയറ്റിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കുടലുമാലകൾ. ശരീരത്തിന്റെ ബാക്കി ഭാഗം താഴെ തറയിൽ ചിതറിക്കിടക്കുന്നു. രക്തവും മാംസവും മാത്രമല്ല, അയാളുടെ ഹൃദയവും കാണാനില്ലായിരുന്നു. ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാരെന്നെ ഒരു കുറ്റവാളിയെ പോലെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വേഗം നദിക്കരയിലേക്ക് ഓടി. ഈ ഗ്രാമത്തിലെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോ? ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? നദിക്കരയിൽ പാരിതോഷ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. പാരിതോഷ്, എന്താണ് ഇവിടെ നടക്കുന്നത്? സാർ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. നിങ്ങളും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ? കാണുന്നത് പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. 3 മാസം മുമ്പ് ജോലിക്കായി കൊൽക്കത്തയിൽ നിന്ന് വന്നതാണ് ഞാൻ. ആദ്യം എല്ലാവരും സ്നേഹത്തോടെയാണ് പെരുമാറിയത്. പക്ഷേ കഴിഞ്ഞ 20 ദിവസമായി വിചിത്രമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ചുമരുകൾക്ക് പിന്നിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. രാത്രി വാതിൽ ആരോ വന്നു മുട്ടുന്നു. ആരോ ചെവിയിൽ മന്ത്രിക്കുന്നു. ആ വീട്ടുകാരോടത് പറഞ്ഞപ്പോൾ അതൊക്കെ എന്റെ തോന്നലാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ എന്റെ ശരീരം തളരുന്നു. സാർ, എന്റെ ഉള്ളിൽ രക്തം കുറയുന്നത് പോലെ, എനിക്ക് 20 വയസ്സ് കൂടിയതുപോലെ തോന്നുന്നു. ഇന്നലെ പൂജ തുടങ്ങിയതോടെ എനിക്ക് തീരെ വയ്യാതെയായി. നിങ്ങൾ പ്രേതകഥകൾ എഴുതുന്ന ആളല്ലേ? നിങ്ങൾ ശരിക്കും പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? സാർ, നിങ്ങൾ കണ്ണാടിയിൽ സ്വന്തം മുഖമൊന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ മനസ്സിലാകും. പിന്നെ ഇന്ദ്രനീലിനെ സൂക്ഷിക്കണം. അമ്മാവൻ്റെ മുറിയിൽ ഒരു ഡയറിയുണ്ട്. അതിൽ കൂടുതൽ എനിക്കറിവില്ല. ഞാൻ പോകുന്നു സാറേ. പാരിതോഷ് ഓടിപ്പോയി. അവൻ വല്ലാതെ പേടിച്ചിരുന്നു. ഞാൻ തിരിച്ച് കൊട്ടാരത്തിലെത്തി. കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് എൻ്റെ ശരീരം വല്ലാതെ വിളറിയിരിക്കുന്നു. രക്തം വറ്റിയതുപോലെ. പാരിതോഷ് പറഞ്ഞത് സത്യമാണോ? ഇന്ദ്രനീൽ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും വീടിൻ്റെ മട്ടുപ്പാവിൽ പൂജയുടെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയം നോക്കി ഞാൻ അമ്മാവൻ്റെ മുറിയിൽ കയറി. ആ ഡയറി അതെനിക്ക് കണ്ടുപിടിക്കണം. മുറി മുഴുവൻ തിരഞ്ഞെങ്കിലും ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് ചുമരിലെ ഒരു ചിത്രത്തിന് പിന്നിൽ ചെറിയൊരു വിടവ് കണ്ടു. അതൊന്ന് അമർത്തിയപ്പോൾ ഒരു രഹസ്യവാതിൽ തുറന്നു വന്നു. അതിനുള്ളിൽ ചെറിയൊരു പെട്ടി. ആ പെട്ടി തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ മനുഷ്യന്റെ എല്ലുകൾ, നഖങ്ങൾ, ഉണങ്ങിയ കോഴിയുടെ തലകൾ. അതിൻ്റെ നടുവിൽ സിന്ദൂരം പുരണ്ട ഒരു ഡയറി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് സിന്ദൂരമല്ല, ഉണങ്ങിയ രക്തക്കറയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഡയറി കയ്യിലെടുത്തപ്പോൾ മുറിയിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അന്തരീക്ഷത്തിൽ ഒരു ദുർഗന്ധം പടർന്നു. ഡയറിയിൽ കെട്ടിയിരുന്ന ചുവന്ന ചരട് ഞാൻ അഴിച്ചു മാറ്റി. പെട്ടെന്ന് ഒരു കാറ്റടിച്ച് ജനൽ തുറന്നു വന്നു. ഞാനത് അടച്ചതിന് ശേഷം ഡയറിയുടെ 1-ാം പേജ് നോക്കി. അതിലെഴുതിയിരിക്കുന്നു രക്തവർണ്ണ. പഴയ കാലത്തെ മൈപ്പീലി പേന കൊണ്ട് രക്തം കലർന്ന മഷിയിൽ എഴുതിയതുപോലെ തോന്നി. ഞാനത് വായിക്കാൻ തുടങ്ങി. ഫെബ്രുവരി 12, 1850. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബിസിനസ്സിൽ വലിയ നഷ്ടം സംഭവിക്കുന്നു. കുടുംബം സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. പണമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വഴക്കുകൾ വർദ്ധിച്ചു. എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്താനും തർക്കിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇതിങ്ങനെ തുടർന്നാൽ ബാനർജി കുടുംബം ഉടൻ തകരും. ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകളായി ബാനർജി രാജവംശത്തിനായിരുന്നു ആധിപത്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും അവരിന്ന് തൊടാൻ മടിച്ച ഏക കുടുംബം നമ്മുടേതായിരുന്നു. രാജ്യത്തെ എല്ലാ രാജകുടുംബങ്ങളെയും അവർ കീഴടക്കിയപ്പോഴും നമ്മളെ അവർ വെറുതെ വിട്ടു. 1640
ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലെ ഹൂഗ്ലിയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചതിനു ശേഷം പണം കൊണ്ടും അധികാരം കൊണ്ടും അവർ ബംഗാൾ കീഴടക്കാൻ തുടങ്ങി. 1660 അവരുടെ കണ്ണ് നമ്മുടെ കുടുംബത്തിന് മേൽ പതിഞ്ഞു. അന്ന് ഡാക്കയിലെ ആ പ്രദേശം നമ്മുടെ ഭരണത്തിന് കീഴിലായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ബലം പ്രയോഗിച്ച് നമ്മളെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. നമ്മുടെ കുടുംബത്തിലെ പലരെയും അവർ കൊന്നു. രക്ഷപ്പെട്ടവർ എങ്ങനെയൊക്കെയോ ഇവിടെ ദുംകയിൽ എത്തിച്ചേർന്നു. എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ വീണ്ടും അധികാരം സ്ഥാപിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കറുത്ത കണ്ണ് വീണ്ടും ബാനർജി കുടുംബത്തിന് മേൽ പതിഞ്ഞു. ഫെബ്രുവരി 16, 1850. 1857 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ പൂർണ്ണ അധികാരം സ്ഥാപിച്ചിരുന്നു. 1857 ജൂൺ 23 പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗലയെ തോൽപ്പിച്ച് അവർ ബംഗാൾ പിടിച്ചെടുത്തു. ബംഗാളിലെ അവസാന നവാബ് വീണതോടെ മിക്ക രാജകുടുംബങ്ങളും ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. എന്നാൽ ഞങ്ങൾ വീണ്ടും വിപ്ലവക്കൊടി ഉയർത്തി. അവരുടെ ഭരണം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് ബാനർജി കുടുംബത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഫെബ്രുവരി 20, 1850. അടുത്ത 3 വർഷം അവർ നിശബ്ദരായിരുന്നു. എന്നാൽ 1760 അവർ കളി തുടങ്ങി. നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ ഭയം നിറക്കാനായിരുന്നു അവരുടെ ശ്രമം. ഗ്രാമാതിർത്തിയിൽ കന്നുകാലികളെ അറുത്ത് മരങ്ങളിൽ കെട്ടിത്തൂക്കി. ചിലപ്പോഴൊക്കെ കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും കൊന്ന് ഒരേ മരത്തിന്റെ പല കൊമ്പുകളിലായി തൂക്കിയിട്ടു. ഗ്രാമവാസികൾക്കിടയിൽ ഭയം പടർന്നു. ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ കുടുംബത്തിന് മേൽ സമ്മർദ്ദമേറി. ഢാക്ക പോലെയുള്ള വലിയ രാജ്യം കൈവിട്ടുപോയപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത നമുക്ക് ഈ ചെറിയ ഗ്രാമത്തിൽ സൈന്യമോ ആയുധങ്ങളോ ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ബിസിനസ് തകർത്തതുകൊണ്ട് പണവുമില്ല. കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഫെബ്രുവരി 24, 1850. 1760 മാർച്ച് 20 ബ്രിട്ടീഷുകാർ അവരുടെ അവസാന മുന്നറിയിപ്പ് അയച്ചു. 2 ആഴ്ചകൾക്കകം കീഴടങ്ങിയില്ലെങ്കിൽ ഗ്രാമത്തോടൊപ്പം ബാനർജി കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് അവർ പറഞ്ഞു. കുടുംബനാഥൻ എന്ന നിലയിൽ അവരുടെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഗ്രാമം പിന്നിട്ട് ഒരു വിജനമായ വഴിയിലെത്തിയപ്പോൾ വിശ്രമിക്കാനായി കുതിരപ്പുറത്ത് നിന്ന് ഞാൻ ഇറങ്ങി. അല്പം ദൂരെ നിന്ന് തകർന്നു കിടക്കുന്ന ഒരു പഴയ ക്ഷേത്രം കണ്ടു. 100 വർഷങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അത്. ഈ വഴിയിലൂടെ ഇതിനു മുമ്പും പലതവണ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു സ്ഥലം ഞാൻ കണ്ടിരുന്നില്ല. കുതിരയെയും കൂട്ടി ഞാൻ അങ്ങോട്ട് നടന്നു. വഴിയിലുടനീളം പാമ്പുകളും തേളുകളും നിറഞ്ഞ പുല്ലുകൾക്കിടയിലൂടെയായിരുന്നു യാത്ര. എന്റെ കുതിര ശക്തി, അവൻ വല്ലാതെ പേടിച്ചിരുന്നു. ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ ആ അന്തരീക്ഷത്തിൽ ആരോ മന്ത്രങ്ങൾ മന്ത്രിക്കുന്നത് പോലെ ഒരു വിചിത്രമായ അനുഭവമുണ്ടായി. അവിടെ അസാധാരണമായ ഒരു തണുപ്പും ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഞാൻ കുതിരയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ക്ഷേത്രത്തിന്റെ പടികൾ കയറി. ഉള്ളിൽ വല്ലാത്ത മണവും ഇരുട്ടുമായിരുന്നു. ഞാനൊരു തീപ്പെട്ടി കത്തിച്ചു. ആ വെളിച്ചത്തിൽ ചുമരിലെ ഒരു പന്തം കണ്ടു. അത് കത്തിച്ചതോടെ ക്ഷേത്രം പ്രകാശപൂരിതമായി. അപ്പോഴാണ് ആദ്യമായി ഞാൻ ആ രൂപത്തെ കണ്ടത്. ആദ്യം വിചാരിച്ചത് കാളി വിഗ്രഹമാണെന്നാണ്. പക്ഷേ അല്ല. വിളറിയ ചുവപ്പു നിറത്തിലുള്ള ശരീരം. ചുറ്റുമുള്ള വെളിച്ചത്തെ മുഴുവൻ ആ വിഗ്രഹം ആവാഹിച്ചെടുക്കുന്നത് പോലെ തോന്നി. ശരീരത്തിലെ ഞരമ്പുകളിലൂടെ രക്തം ഒഴുകുന്നത് പോലെ. കഴുത്തിൽ തലയോട്ടി മാലയ്ക്ക് പകരം മനുഷ്യഹൃദയം പോലെ തോന്നിക്കുന്ന ചുവന്ന മണികളുടെ ഒരു മാല. അഴിഞ്ഞൊലിഞ്ഞ മുടിക്ക് പിന്നിൽ മറഞ്ഞ മുഖത്തെ ആ കണ്ണുകളിൽ അഗാധമായ അന്ധകാരം. നാവ് പുറത്തേക്കിട്ട് ചുണ്ടുകൾ ഭയാനകമായ ഒരു പുഞ്ചിരി. ഒരുപാട് കൈകളുള്ള ആ രൂപത്തിന്റെ വിരലുകളിൽ വാളുപോലെ മൂർച്ചയുള്ള നഖങ്ങൾ. വിഗ്രഹത്തിന് താഴെ പല നിഴലുകൾ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. എങ്കിലും ആ മുഖത്തിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ടായിരുന്നു. ഞാൻ ആ രൂപത്തിന് അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ ഇമ വെട്ടുന്നതായും എന്നെ പിന്തുടരുന്നതായും എനിക്ക് തോന്നി. കൂടുതൽ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ആ വിഗ്രഹത്തിന്റെ ഞരമ്പുകളിൽ ഉണങ്ങിക്കിടന്ന രക്തം ശരിക്കും ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ കഴുത്തിലെ മാലയിലെ മനുഷ്യഹൃദയങ്ങൾ തുടിച്ചുകൊണ്ടിരുന്നു. ഞാൻ മുകളിലേക്ക് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അതൊരു വിഗ്രഹമായിരുന്നില്ല. അവൾക്ക് ജീവനുണ്ടായിരുന്നു. ഭയന്ന് വിറച്ച് ഞാൻ ആ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. വലിയൊരു ശബ്ദത്തോടെ
ക്ഷേത്രവാതിൽ താനെ അടഞ്ഞുപോയി. പേടിച്ചു വിറച്ച ഞാൻ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. അപ്പോൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്ന് സംഭവിച്ചു. ആ ദേവി പീഠത്തിൽ നിന്നിറങ്ങി എന്റെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. അവൾ ഓരോ തവണ ഇമവെട്ടുമ്പോഴും അവളുടെ മുഖം മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഒരു നിമിഷം അതിസുന്ദരിയായ രൂപം, അടുത്ത നിമിഷം പുരാണങ്ങളിൽ പറയുന്ന രാക്ഷസികളെ പോലെ ഭയാനകമായ രൂപം. അപ്സരസും രാക്ഷസിയുമായി അവൾ മാറി മാറി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവൾ എന്റെ തൊട്ടു മുന്നിൽ വന്ന് നിന്നു. ആ വെള്ളക്കാരി തടയാൻ എനിക്ക് കഴിയും. നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം ഈ മണ്ണിൽ എന്നേക്കുമായി ഞാൻ ഉറപ്പിച്ചു തരാം. നീ പേടിക്കണ്ട, അവൾ തുടർന്നു. നിന്റെ കുലത്തിൽ എനിക്ക് ദേവിയുടെ സ്ഥാനം നൽകൂ. പിന്നീട് ഒരിക്കലും നിനക്ക് ധനത്തിന്റെ കുറവുണ്ടാവില്ല. ശത്രുക്കൾ നിന്നെ തൊടില്ല. മരണം പോലും നിന്നെ കണ്ട് ഭയന്നു വിറയ്ക്കും. എന്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. അവൾ വീണ്ടും പറഞ്ഞു, നൂറ്റാണ്ടുകളായി ഞാൻ വിശന്നിരിക്കുകയാണ്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിനെ എനിക്ക് ബലി നൽകൂ. അപ്പോൾ ഞാൻ എന്നും നിന്റേതായിരിക്കും. അവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ക്ഷേത്രവാതിലിന് നേർക്കോടി. അത് തുറന്നു. ഞാൻ പുറത്തേക്ക് കടക്കുമ്പോൾ അവളുടെ ശബ്ദം ആ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. നീ മടങ്ങി വരും. ഞാൻ നിനക്കായി ഇവിടെ തന്നെ കാത്തിരിക്കും. ഏപ്രിൽ 24, 1850. ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ 2 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണം ഞങ്ങളുടെ നട്ടെല്ല് ഒടിച്ചിരിക്കുന്നു. ഞാൻ അവരുടെ വ്യവസ്ഥകൾ അംഗീകരിക്കാത്തതിനാൽ ഗ്രാമത്തിലേക്കുള്ള എല്ലാ വഴികളും അവർ സൈന്യത്തെ ഉപയോഗിച്ച് അടച്ചു. വിശപ്പും ദാഹവും കൊണ്ട് ജനങ്ങൾ വലയുകയാണ്. മരുന്നില്ലാത്തതിനാൽ ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിച്ചു. തെരുവിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ മൃതദേഹങ്ങൾ കഴുകന്മാരും കാക്കകളും കൊത്തിവലിക്കുന്നു. ചീഞ്ഞഴുകുന്ന ശവങ്ങൾ കാരണം മറ്റ് പകർച്ചവ്യാധികളും പടരുന്നു. ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല. എനിക്ക് മുന്നിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് തന്നെ മടങ്ങണം. ഏപ്രിൽ 25, 1850. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണ്. ആരോ എന്റെ നെഞ്ചുകേറി ഹൃദയം പുറത്തെടുത്ത് ചതച്ചരയ്ക്കുന്നത് പോലെ തോന്നുന്നു. സന്ധ്യ മയങ്ങിയതോടെ ഞാൻ എന്റെ കുതിര ശക്തിയുടെ പുറത്തേറി ആ പഴയ ക്ഷേത്രത്തിലേക്ക് പോയി. പകൽ കണ്ടതിനേക്കാൾ ഭയാനകമായിരുന്നു രാത്രിയിൽ ആ സ്ഥലം. കുതിരയെ പഴയ മരത്തിൽ തന്നെ കെട്ടിയിട്ടിട്ട് പാമ്പുകളും തേളുകളും വരാതിരിക്കാൻ ഞാനൊരു പന്തം നിലത്ത് കുത്തി നിർത്തി. മറ്റൊരു പന്തവുമായി ക്ഷേത്രവാതിക്കലെത്തി. എനിക്ക് മുന്നിൽ വാതിലുകൾ താനെ തുറന്നു വന്നു. നീ തിരികെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന മട്ടിൽ ആ ഇരുട്ട് എന്നെ സ്വീകരിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ പഴയ അതേ ഗന്ധവും തണുപ്പും. ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകൾ മാത്രം കാണാം. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ആ രൂപത്തിന്റെ തലയിലെ മുടികൾക്ക് പകരം ആയിരക്കണക്കിന് പാമ്പുകൾ വായുവിൽ നാവ് നീട്ടി ചീറ്റുന്നുണ്ടായിരുന്നു. ദേവി, നിങ്ങൾ ആരാണ്? ഞാൻ വിറയലോടെ ചോദിച്ചു. രക്തവർണ്ണ. അവൾ തന്റെ മുഖം എന്റെ മുഖത്തിനടുത്ത് കൊണ്ടുവന്നു. ആ സൗന്ദര്യത്തിൽ ഞാൻ മയങ്ങിപ്പോയി. നിന്റെ കുലത്തിൽ എനിക്ക് ദേവിയുടെ സ്ഥാനം നൽകൂ, അവൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ കുലദേവി അമ്മ കാളിയാണ്. ഞാൻ എങ്ങനെ ആ ശക്തിക്ക് പകരം നിങ്ങളെ പ്രതിഷ്ഠിക്കും? ഇത് കേട്ടതും അവളുടെ മുഖഭാവം മാറി. സൗന്ദര്യം പോയി. ഭയാനകമായ ഒരു ഉഗ്രരൂപം പുറത്തു വന്നു. നിന്റെ ആ കുലദേവി നിനക്ക് എന്ത് തന്നു? നോക്കൂ, നിന്റെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും അവസ്ഥ. ആ കാളി നിനക്ക് നൽകാത്തതെല്ലാം ഞാൻ തരും. ഐശ്വര്യം, ധനം, ആധിപത്യം. ഞാൻ പാതാളത്തിന്റെ റാണിയാണ്. പിശാചുക്കളും രാക്ഷസന്മാരും എന്റെ സേവകരാണ്. നിന്റെ കാളി എന്നെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് ഈ വിജനതയിൽ കൊണ്ടിട്ടതാണ്. ഇപ്പോൾ ഞാൻ അവളുടെ ഓരോ ഭക്തനെയും അവളിൽ നിന്ന് തട്ടിയെടുക്കും. എനിക്ക് നിന്റെ കുലത്തിൽ സ്ഥാനം നൽകൂ. അവളുടെ അലർച്ച എന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. ബ്രിട്ടീഷുകാരെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. കാളി ഉപേക്ഷിച്ച് എന്റെ ശരണത്തിൽ വരൂ എന്ന് അവൾ മന്ത്രിച്ചു. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിനെ എനിക്ക് ബലി നൽകൂ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ കുതിരയായ ശക്തിയായിരുന്നു. എന്റെ കുഞ്ഞിനെ പോലെ വളർത്തിയ അവനെ ഞാൻ എങ്ങനെ കൊല്ലും? ഇല്ല, എനിക്ക് അവനെ കൊല്ലാൻ കഴിയില്ല. ഞാൻ കരഞ്ഞു. എങ്കിൽ നിന്റെ രക്തം കൊണ്ട് ഞാൻ കുളിക്കും. അവളുടെ തലയിലെ പാമ്പുകൾ എനിക്ക് നേരെ ചീറ്റിയെടുത്തു. എന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ദേവിയല്ല, പാതാളത്തിലെ ഇരുട്ടിൽ നിന്ന് വന്ന രക്തദാഹിയായ രക്തവർണ്ണയാണ്. അവൾ വായ തുറന്നപ്പോൾ വാള് പോലെ മൂർച്ചയുള്ള പല്ലുകൾ ഞാൻ കണ്ടു. അത് കണ്ട് ഭയന്ന് ഞാൻ നിലവിളിച്ചു.
നിൽക്കൂ, നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണോ? നിങ്ങൾ ശരിക്കും എന്നെ സഹായിക്കുമോ? വിഡ്ഢി, അതിലപ്പുറം ഞാൻ ചെയ്യും, അവൾ ഗർജിച്ചു. ഞാൻ ധർമ്മസങ്കടത്തിലായി. അമ്മ കാളിയെ ഞങ്ങൾ ആരാധിച്ചിരുന്നു. പക്ഷേ അമ്മ ഞങ്ങളെ സഹായിച്ചില്ലല്ലോ. എൻ്റെ കുടുംബവും ജനങ്ങളും മരിക്കുമ്പോൾ ദേവി ഒന്നും ചെയ്തില്ല. രക്തവർണ്ണ പറയുന്നത് ശരിയല്ലേ? പക്ഷേ ശക്തി, അവന് ഞാൻ എങ്ങനെ ബലി കൊടുക്കും? ബലി സ്വീകരിച്ച് വാക്ക് മാറ്റാൻ ഞാൻ നിന്റെ കാളിയല്ല, രക്തവർണ്ണയാണ്. എനിക്ക് ബലി വേണം. ഒരു വശത്ത് എൻ്റെ ജനതയുടെ ജീവൻ, മറുവശത്ത് എൻ്റെ ജീവനായ ശക്തി. നൂറുകണക്കിന് ആളുകളെ രക്ഷിക്കാൻ ഒരാൾ മരിക്കണമെങ്കിൽ ഇന്ന് എൻ്റെ മകനെ എനിക്ക് ബലി നൽകേണ്ടി വരും. പോയി അവൻ്റെ രക്തം കൊണ്ടുവരൂ. എൻ്റെ വിശപ്പടക്കൂ. കണ്ണീരടക്കാനായില്ല. ഞാൻ ശക്തിയുടെ അടുത്തെത്തി. അവൻ എന്നെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. ഞാൻ അവൻ്റെ തല എൻ്റെ നെഞ്ചുകൂടെ അണച്ചു. എന്നിട്ട് വാളോങ്ങി ഒരൊറ്റ വെട്ട്. അവൻ്റെ തല ഉടലിൽ നിന്ന് വേർപെട്ടു. തറയിൽ വീണ് പിടയുന്ന അവൻ്റെ ശരീരം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ മനുഷ്യനും മരിച്ചു. ആ രക്തം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വിചിത്രമായ ഒരു സന്തോഷം തോന്നി. ഞാനൊരു പാത്രത്തിൽ ആ ചൂടുള്ള രക്തം നിറച്ച് രക്തവർണ്ണയുടെ അടുത്തെത്തി. അവൾ ഒറ്റ വലിക്ക് ആ പാത്രത്തിൽ രക്തം കുടിച്ചു തീർത്തു. അല്പം മാത്രം ബാക്കി വെച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ആ പാത്രം വാങ്ങി ബാക്കിയുള്ള രക്തം ഞാനും കുടിച്ചു. ആ രക്തം ഉള്ളിലേക്ക് ചെന്നതോടെ അമാനുഷികമായൊരു ശക്തി എൻ്റെ ശരീരത്തിൽ പടരുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കാളിമാതാവിൻ്റെ മന്ത്രച്ചരട് പൊട്ടിപ്പോയി. ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ദേവി, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരൂ. നിങ്ങളുടെ സ്ഥാനം അവിടെയാണ്. ഇത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ഇല്ല, എൻ്റെ വാസം ഇവിടെ തന്നെയാണ്. പക്ഷേ ഇനി മുതൽ ഞാൻ നിന്റേതാണ്. നീ പൊയ്ക്കോളൂ. സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും. ആ സംഭവത്തിന് ശേഷം 7 മാസങ്ങൾ കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ പിന്നീട് ഒരിക്കലും ഞങ്ങളുടെ ചെറിയ രാജ്യത്തിന് നേരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബംഗാൾ മുഴുവനും അവരുടെ അടിമത്തത്തിലായപ്പോഴും ഞങ്ങൾ സ്വതന്ത്രരായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയതിനു ശേഷമുള്ള ആഴ്ചകളിൽ ഗ്രാമാതിർത്തിയിൽ നിന്ന് ഭീകരമായ നിലവിളികളും വെടിയൊച്ചകളും കേൾക്കാമായിരുന്നുവെന്ന് ഗ്രാമവാസികൾ പറയുന്നു. രാത്രികാലങ്ങളിൽ ഒരു സ്ത്രീരൂപം നൃത്തം ചെയ്യുന്നതും അട്ടഹസിക്കുന്നതും കണ്ടവരുണ്ട്. നേരം വെളുക്കുമ്പോൾ കഷ്ണങ്ങളാക്കപ്പെട്ട നൂറുകണക്കിന് ബ്രിട്ടീഷ് സൈനികരുടെ ശവങ്ങൾ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുന്നത് പതിവായി. ഗ്രാമവാസികൾ കരുതിയത് ഞങ്ങളെ രക്ഷിക്കാൻ സാക്ഷാൽ മഹാകാളി അവതരിച്ചു എന്നാണ്. എന്നാൽ സത്യം എനിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. രക്തവർണ്ണ തന്റെ വാക്ക് പാലിച്ചു. ഗ്രാമത്തിൽ നിന്നും കോളറ അപ്രത്യക്ഷമായി. ഞങ്ങളുടെ ഐശ്വര്യവും അധികാരവും ബംഗാൾ മുഴുവനും പാട്ടായി. ശക്തിയുടെ ഒരു ബലി ഞങ്ങൾക്ക് സങ്കല്പിക്കാനാവാത്തതെല്ലാം നൽകി. ഇപ്പോൾ രക്തവർണ്ണയാണ് ഞങ്ങളുടെ കുലദേവി. ഡയറിയിലെ ഈ കാര്യങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ രോമകൂപങ്ങൾ എഴുന്നു നിന്നു. ഞാൻ കാളി പൂജയെന്ന് കരുതി വന്നിടത്ത് നടക്കുന്നത് ഭീകരമായ ഒരു സാത്താനിക് പൂജയാണ്. സമയം പോയത് അറിഞ്ഞില്ല. ക്ലോക്കിൽ നോക്കിയപ്പോൾ വൈകുന്നേരം 4 മണി. വീട്ടുകാർ എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ വേഗം മൊബൈൽ എടുത്ത് ബാക്കി പേജുകൾ ഫോട്ടോ എടുത്തു. ഡയറി പഴയതുപോലെ പെട്ടിയിൽ വെച്ച് പുറത്തേക്ക് പാഞ്ഞു. ഞാൻ പാരിതോഷിച്ച് തിരിഞ്ഞെങ്കിലും അവനെ എവിടെയും കണ്ടില്ല. അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. അന്ന് രാത്രി പൂജയിൽ പങ്കെടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. വൈകുന്നേരം എല്ലാവരും ചുവന്ന വസ്ത്രം ധരിച്ച് പൂജയ്ക്ക് പോകാനായി തയ്യാറായി. അമ്മാവൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ നിന്ന് കുറച്ച് ദ്രാവകം താഴെ വീണു. ആ സ്ഥലം രക്തനിറമായി മാറി. എന്താടാ, നീ തയ്യാറായില്ലേ? ഇല്ലമ്മാവ, എനിക്ക് ചെറിയ പനിയുണ്ട്. എന്താണ് ഈ പാത്രത്തിൽ? ഇത് ദേവിക്കർപ്പിക്കാനുള്ള കുങ്കുമം കലർത്തിയ പാലാണ്. ഇന്ന് പൂജയുടെ 2ാം ദിവസമാണ്. വൈകുന്നേരം തുടങ്ങി പുലർച്ചെ വരെ നീളും. നീ വിശ്രമിച്ചോളൂ. ഇന്ദ്രനീൽ നേരത്തെ പോയി. നദിയിൽ കുളിച്ചു വന്ന് അവന് ദേവിയെ ദർശിക്കണം. ഞങ്ങൾ നടന്നു പോവുകയാണ്. കൊട്ടാരത്തിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭ്രാന്തൻ മരിച്ചു. പാരിതോഷ് പോയി. ഇനി ഉത്തരങ്ങൾ ആ ഫോട്ടോ എടുത്ത പേജുകളിലുണ്ട്. ഞാൻ ഫോണിലെ ചിത്രങ്ങൾ നോക്കി. ഫെബ്രുവരി 18, 1851. ഗ്രാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പുറത്തറിഞ്ഞു. എല്ലാവരും രക്തവർണ്ണയെ കുലദേവിയായി സ്വീകരിച്ചു. പക്ഷേ പക്ഷി മൃഗാദികളുടെ ബലി കൊണ്ട് അവളുടെ വിശപ്പടങ്ങുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് വേണ്ടത് നരബലിയാണ്, അല്ലെങ്കിൽ ഗ്രാമം നശിക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. അന്ന് രാത്രി ഒരാട്ടിടയനെ
ഞാൻ കബളിപ്പിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ബലി നൽകി. അന്നു മുതൽ രഹസ്യമായി നരബലി നടക്കുന്നു. പ്രജകളും കുടുംബവും സന്തോഷത്തിലാണ്. അടുത്ത പേജുകളിൽ 2022 കുറിപ്പുകളായിരുന്നു. അതും അമ്മാവൻ എഴുതിയത്. നവംബർ 10, 2022. കഴിഞ്ഞ വർഷത്തെ പൂജയ്ക്ക് ശേഷവും കുടുംബത്തിൽ തകർച്ച തുടങ്ങിയിരിക്കുന്നു. ബിസിനസ് നഷ്ടത്തിലാണ്. കഴിഞ്ഞയാഴ്ച ഇന്ദ്രനീൽ അമേരിക്കയിൽ പോകാൻ ഇറങ്ങിയപ്പോൾ കാർ അപകടത്തിൽപ്പെട്ടു. അവന്റെ ശരീരം 2 കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി. കുടുംബത്തിന്റെ ഏക വിളക്ക് അണഞ്ഞുപോയി. ദേവിയുടെ കൽപ്പന പ്രകാരം അവന്റെ ശവം ഗ്രാമവാസികളിൽ നിന്ന് ഒളിപ്പിച്ച് ആ പഴയ ക്ഷേത്രത്തിൽ തന്നെ ഉപേക്ഷിച്ചു. ഇത് വായിച്ചതും എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഇതെന്ത് അസംബന്ധമാണ്? ഇന്ദ്രനീൽ മരിച്ചെന്നോ? അവന്റെ ശവം ക്ഷേത്രത്തിലുണ്ടെന്നോ? എങ്കിൽ ആദ്യ ദിവസം എന്നെ വണ്ടിയിൽ കൂട്ടി ഗ്രാമം കാണിച്ചത് ആരാണ്? സ്റ്റേഷനിൽ നിന്ന് എന്നെ കൊട്ടാരത്തിൽ വിട്ട് ടാക്സി ഡ്രൈവറും അവനെ കണ്ടതാണല്ലോ. എനിക്ക് അമ്മാവൻ എഴുതിയ ആ വാക്കുകൾ വിശ്വസിക്കാനേ കഴിയുന്നില്ല. ജീവനുള്ള ഒരു മനുഷ്യൻ എങ്ങനെ മരിച്ചവനാകും? ആ ടാക്സി ഡ്രൈവറുടെ നമ്പർ എന്റെ കൈവശമുണ്ടായിരുന്നു. ഞാൻ ഉടനെ അയാളെ വിളിച്ചു. ഹലോ, ഞാൻ അങ്കിത്താണ് സംസാരിക്കുന്നത്. അന്ന് എന്നെ ദുംഗ ഗ്രാമത്തിലിറക്കിയത് ഓർമ്മയുണ്ടോ? അതെ സാർ, പറയൂ. തിരിച്ചു പോകാൻ ടാക്സി വേണോ? അന്ന് നീ എന്നെ ഇവിടെ ഇറക്കിയപ്പോൾ വീടിന്റെ വാതിക്കൽ ആരെയൊക്കെ കണ്ടുവെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഉവ്വ സാർ, ഓർമ്മയുണ്ട്. നിങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി ആരോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ആ വേലക്കാരൻ വന്ന് എനിക്ക് പണം തന്നു. നീ എന്താണ് ഈ പറയുന്നത്? നിനക്കുറപ്പാണോ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന്? അതെ സാർ, അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടതും ഞാൻ ഫോൺ കട്ടാക്കി. ഇതെങ്ങനെ സംഭവിക്കാനാണ്? ഞാൻ ഒരിക്കൽ കൂടി മൊബൈലിലെ ആ ഡയറി പേജിന്റെ ചിത്രം തുറന്നു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ഏക മകന്റെ മരണം മൂത്ത ജ്യേഷ്ഠന്റെ മാനസിക നില തെറ്റിച്ചു. ഭ്രാന്തനെ പോലെ അദ്ദേഹം അവിടെ ഇവിടെ അലഞ്ഞു നടക്കുകയാണ്. കാണുന്നവരോടെല്ലാം അദ്ദേഹം ഒരേ കാര്യം പറയുന്നു: രക്തവർണ്ണ എന്റെ മകനെ തിന്നു, അവൾ നിങ്ങളെയും തിന്നു, ഓടിപ്പൊക്കോ ഇവിടുന്ന്. നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ഞങ്ങൾ മറ്റൊരു കഥയുണ്ടാക്കി. ഗോവണിയിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റതുകൊണ്ടാണ് ജ്യേഷ്ഠന് ഭ്രാന്തി പിടിച്ചതെന്ന് ഞങ്ങൾ നാട്ടുകാരെ അറിയിച്ചു. പാവം, അവരത് വിശ്വസിച്ചു. ജ്യേഷ്ഠൻ ഒരിക്കലും രക്തവർണ്ണയെ കുലദേവിയെ അംഗീകരിച്ചിരുന്നില്ല. ദൈവം ഒരിക്കലും ഒന്നും കൊടുക്കൽ വാങ്ങലായി കാണിക്കില്ലെന്നും ഭക്തി മാത്രമാണ് വേണ്ടതെന്നും അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ ദേവി കോപിച്ചതുകൊണ്ടാണോ ഇന്ദ്രനീലിനെ ബലിയായിട്ടെടുത്തത്? അത് അവൾക്ക് മാത്രമേ അറിയൂ. നവംബർ 11, 2022. വീട്ടിൽ ആരോടും പറയാതെ ഞാൻ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിൽ പോയി. ദേവി, ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? നീ എന്തിനാണ് ഞങ്ങളോട് കോപിക്കുന്നത്? നിനക്ക് എങ്ങനെ തോന്നി ഞാൻ കോപിച്ചിരിക്കുകയാണെന്ന്? ആ ശബ്ദം മുഴങ്ങി. രാപ്പകൽ നിങ്ങളെ പൂജിച്ചിട്ടും കുടുംബത്തിൽ സമാധാനമില്ല. ബിസിനസ് തകർന്നു. ഞങ്ങളുടെ ഇന്ദ്രനീലും പോയി. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് എത്രയോ നൽകി. പകരം നിങ്ങൾ എനിക്ക് എന്ത് നൽകി? നൂറ്റാണ്ടുകളായി നിങ്ങൾ വാങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നും ചോദിക്കാതെ എനിക്ക് നൽകിക്കൊണ്ടേയിരിക്കൂ. ഇന്ദ്രനീൽ തിരികെ വരൂ. ദേവിയുടെ വാക്ക് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അവൾക്ക് ഇനിയും എന്താണ് വേണ്ടത്? അടുത്ത വർഷം ഭൂതചതുർദശി രാത്രിയിൽ എനിക്ക് 3 ബലികൾ വേണം. അത് നടന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ രക്തം കൊണ്ട് ഞാൻ കുളിക്കും. ഞാൻ വാക്ക് നൽകുന്നു ദേവി, ഞാൻ 3 ബലികൾ നൽകാം. പക്ഷേ എന്റെ ഇന്ദ്രനീലിന് ജീവൻ നൽകൂ. ജീവൻ നൽകാൻ കഴിയില്ല, പക്ഷേ അവന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കൂടെ അയക്കാം. ഓർക്കുക, വീട്ടിനുള്ളിലും കുടുംബാംഗങ്ങൾക്കും പുറത്ത് അവന്റെ പ്രിയപ്പെട്ടവർക്കും മാത്രമേ അവനെ കാണാൻ കഴിയൂ. മറ്റാർക്കും അവനെ ദൃശ്യമാകില്ല. 1 വർഷത്തിന് ശേഷം എനിക്ക് ബലി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ പുനർജീവിപ്പിക്കാം. അതുവരെ അവന്റെ ശരീരം ഈ ക്ഷേത്രത്തിൽ എന്റെ അടുത്തിരിക്കും. പക്ഷേ നീ വാക്ക് തെറ്റിച്ചാൽ ഫലം ഭയാനകമായിരിക്കും. ഞാൻ വാക്ക് തെറ്റിക്കില്ല ദേവി. എങ്കിൽ കേട്ടോളൂ, ഇനി മുതൽ ഓരോ വർഷവും ഭൂതചതുർദശിക്ക് 2 രാത്രി മുമ്പ് നിന്റെ കുടുംബത്തിലെ ഒരംഗത്തെ എനിക്ക് ബലി നൽകണം. 3-ാം രാത്രിയായ ഭൂതചതുർദശിയിൽ ഇന്ദ്രനീലിന് ഏറ്റവും പ്രിയപ്പെട്ട ആളെയും ഈ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗത്തെയും എനിക്ക് ബലി നൽകണം. ഇതിലെന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം നിനക്കായിരിക്കും. ഡയറിയിലെ അവസാന പേജായിരുന്നു അത്. അത് വായിച്ചു തീർന്നപ്പോൾ എന്റെ ശരീരം തണുത്തുറഞ്ഞുപോയി. കാര്യങ്ങൾ ഓരോന്നായി കൂട്ടി വായിച്ചപ്പോൾ എന്റെ ഉള്ളിലൂടെ
ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും മാത്രമേ ഇന്ദ്രനീലിനെ കാണാൻ കഴിയൂ. അതായത് ഇന്ദ്രനീലിന്റെ കൂടെ ഞാൻ വണ്ടിയിൽ പോയപ്പോൾ നാട്ടുകാർ എന്നെ അത്ഭുതത്തോടെ നോക്കിയത് വണ്ടിയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ്. ടാക്സി ഡ്രൈവർ കുടുംബാംഗമല്ലാത്തതുകൊണ്ട് അവനും ഇന്ദ്രനീലിനെ കണ്ടില്ല. ആദ്യത്തെ രാത്രി കുടുംബാംഗത്തെ ബലി നൽകും ആ ഭ്രാന്തൻ. ഇന്ദ്രനീലിന്റെ അച്ഛൻ രക്തവർണ്ണയുടെ ആദ്യ ബലി. രണ്ടാം രാത്രി പുറത്തുനിന്ന് വന്ന കുടുംബാംഗത്തെ ബലി നൽകും പാരിതോഷ്. കൊൽക്കത്തയിൽ നിന്ന് ജോലിക്ക് വന്നവൻ, കുടുംബാംഗത്തെ പോലെ സ്നേഹിക്കപ്പെട്ടവൻ. രക്തവർണ്ണയുടെ രണ്ടാം ബലി. അപ്പോൾ മൂന്നാം ബലി അതാരാണ്? മൂന്നാം രാത്രി ഇന്ദ്രനീലിനെ ഏറ്റവും പ്രിയപ്പെട്ടവനെയും കുടുംബാംഗത്തിലെ പുതിയ അംഗത്തെയും ബലി നൽകും. ഇന്ദ്രനീൽ പറഞ്ഞിരുന്നു, നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന്. അമ്മാവൻ പറഞ്ഞിരുന്നു, നീയും ഇപ്പോൾ ഈ കുടുംബത്തിലെ അംഗമാണെന്ന്. എന്റെ ശ്വാസം നിലച്ചുപോയി. രക്തവർണ്ണയുടെ മൂന്നാം ബലി അത് ഞാനാണ്. ഞാൻ വേഗം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സാധനങ്ങൾ ബാഗിലാക്കി തുടങ്ങി. പാരിതോഷ് ഓടി രക്ഷപ്പെട്ടുവെന്നാണ് ഞാൻ കരുതിയത്. എനിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. കൊട്ടാരത്തിൽ ഇപ്പോൾ ആരുമില്ല. ഇതാണ് പറ്റിയ സമയം. പക്ഷേ മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ മട്ടുപ്പാവിൽ കുറെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓടി മട്ടുപ്പാവിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്റെ ബോധം കെടുത്തി. ചുമരിൽ ആണികളിൽ തറച്ച നിലയിൽ പാരിതോഷിന്റെ ശവം. അവന്റെ കണ്ണുകൾ നിലത്ത് വീണ് കിടക്കുന്നു. നാവരിഞ്ഞ് കഷ്ണങ്ങളാക്കി അത് നിലത്ത് വിതറിയിട്ടിരിക്കുന്നു. അരയ്ക്ക് താഴെ ശരീരം വേർവിട്ടു പോയിരിക്കുന്നു. അവന്റെ ചോരയുടെ ഗന്ധം വായുവിൽ പടർന്നു. അവന്റെ ഹൃദയവും കാണാനില്ലായിരുന്നു. ദൈവമേ, പാരിതോഷ് രക്ഷപ്പെട്ടുവെന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്ദ്രനീലിന്റെ കുടുംബം മട്ടുപ്പാവിൽ പൂജയല്ല നടത്തിയത്. ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അവൻ നിലവിളിക്കാതിരിക്കാൻ നാവ് മുറിച്ചു മാറ്റി. അവൻ ഓടിപ്പോകാതിരിക്കാൻ ആണികൾ കൊണ്ട് അവനെ ചുമരിൽ തറച്ചു. ഇത്രയും ദാരുണമായൊരു മരണം ആർക്കും നൽകരുതേ. രക്തവർണ്ണ തന്റെ രണ്ടാം ബലി എടുത്തു കഴിഞ്ഞു. ഇനി എന്റെ ഊഴമാണ്. ഞാൻ എന്റെ ബാഗുമായി ഗോവണി ഇറങ്ങി താഴെ കൂടി. കൊട്ടാരത്തിന്റെ വാതിൽ തുറന്ന് ഞാൻ കാല് പുറത്തേക്ക് വെച്ചതേയുള്ളൂ. തലയിൽ ശക്തമായൊരു പ്രഹരമേറ്റതുപോലെ എനിക്ക് തോന്നി. പിന്നെ എല്ലാം ഇരുട്ടിലായി. കണ്ണു തുറന്നപ്പോൾ ഞാനൊരു മരത്തിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. കാൽക്കീഴിൽ നനഞ്ഞ പുല്ലും മണ്ണും. തല വല്ലാതെ വേദനിക്കുന്നുണ്ട്. നിലാവെളിച്ചത്തിൽ ചുറ്റും നോക്കിയപ്പോൾ ഒരു പഴയ ക്ഷേത്രം കണ്ടു. കാര്യങ്ങൾ പതുക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ മരണഭയം എന്നെ പിടികൂടി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കുതിരയെ ബലി നൽകിയ അതേ മരത്തിലാണ് എന്നെയും കെട്ടിയിട്ടിരിക്കുന്നത്. എന്റെ കാലിനടുത്ത് ഒരു പന്തം കത്തുന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ രക്തവർണ്ണയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. നീ ഇപ്പോൾ ഈ കുടുംബത്തിലെ അംഗമാണ്. കുടുംബത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തുകൂടി? ഇരുട്ടിൽ നിന്ന് ഒരു നിഴൽ മുന്നോട്ട് വന്നു. അത് ഇന്ദ്രനീലിന്റെ അമ്മാവനായിരുന്നു. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഭാര്യയും അച്ഛനും എനിക്കായി കാത്തിരിക്കുകയാണ്. എന്നെ വെറുതെ വിട്ടേക്കൂ. ഞാൻ കരഞ്ഞു പറഞ്ഞു. പേടിക്കണ്ട, അടുത്ത വർഷം അവരിൽ ഒരാളെ നിന്റെ അടുത്തേക്ക് എത്തിക്കാം. അതിനടുത്ത വർഷം മറ്റൊരാളെയും. അദ്ദേഹം ക്രൂരമായി ചിരിച്ചു. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം സഹോദരനെ പോലും നിങ്ങൾ കൊന്നു. ഇന്ദ്രനീൽ എന്റെ സുഹൃത്താണ്. അവനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എന്റെ ജീവൻ നൽകുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ സ്വാർത്ഥത അത്രമേൽ വലുതാണ്. ഞാൻ ആക്രോശിച്ചു. പെട്ടെന്ന് ഇന്ദ്രനീലിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അവരുടെ കയ്യിൽ സിന്ദൂരം നിറഞ്ഞൊരു താലമുണ്ടായിരുന്നു. അവരത് എന്റെ മുഖത്തേക്ക് വാരിത്തേച്ചു. നീയും എന്റെ മകനെപ്പോലെയാണ്. മരിച്ചുപോയ നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ മറ്റൊരുവന്റെ മകനെ ബലി നൽകാൻ പോകുന്ന നിങ്ങൾ എന്തമ്മയാണ്? ഞാൻ ചോദിച്ചു. പക്ഷേ അവർക്ക് കുറ്റബോധമില്ലായിരുന്നു. സ്വന്തം ഭർത്താവിനെ ബലി നൽകിയവരാണവർ. പാരിതോഷിനെ കൊന്നവരാണവർ. അവിടെ കൂടിയിരുന്ന ആരുടെയും മുഖത്ത് ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം മനുഷ്യത്വം നശിച്ചവരായി മാറിയിരുന്നു. എന്നെ അവിടെ തനിച്ചാക്കി അവരെല്ലാവരും പോയി. പന്തം പതുക്കെ അണയാൻ തുടങ്ങി. ഞാൻ സർവ്വശക്തിയും എടുത്ത് ആ കെട്ടുകൾ അഴിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഞാൻ രക്ഷപ്പെട്ടു. തലയിലെ വേദന വകവയ്ക്കാതെ ഞാൻ പാടങ്ങളുടെ നടുവിലൂടെ ഓടി. പക്ഷേ ഞാൻ എങ്ങോട്ടോടിയാലും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ എത്തുന്നു. എന്റെ അന്ത്യം അടുത്തുവെന്ന് എനിക്ക് തോന്നിപ്പോയി. പെട്ടെന്ന് അവൾ വന്നു. 9 അടി ഉയരമുള്ള രക്തം പുരണ്ട രക്തവർണ്ണ. അവളുടെ കഴുത്തിലെ മാലയിലെ ഹൃദയങ്ങൾ അപ്പോഴും തുടിക്കുന്നുണ്ടായിരുന്നു. തലയിലെ പാമ്പുകൾ ചീറ്റുന്നു.
സുന്ദരിയായും രാക്ഷസിയായും അവൾ മാറി മാറി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയം കൊണ്ട് എന്റെ രക്തം തണുത്തുറഞ്ഞു. എനിക്കിനി ഓടാൻ കഴിയില്ല. ഞാൻ കാളിനാമം ജപിക്കാൻ തുടങ്ങി. എന്റെ നാവിൽ നിന്ന് വരുന്ന ആ നാമം കേട്ട് അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൾ വായ തുറന്നു. എനിക്ക് നേരെ പാഞ്ഞടുത്തു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അന്ധകാരത്തിന് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ഒപ്പമുണ്ട്. ഞാൻ കണ്ണു തുറന്നു. ദൂരെ ഒരു രൂപം കണ്ടു. നെറ്റിയിൽ നിന്ന് തലയിലേക്ക് നീളുന്ന സിന്ദൂരക്കുറി, രക്തനിറമുള്ള കണ്ണുകൾ, പുറത്തേക്ക് നീട്ടിയ നാവ്, 10 കൈകളിൽ ആയുധങ്ങളുമായി സാക്ഷാൽ മഹാകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ രൂപത്തിന് മുന്നിൽ ആദ്യമായി രക്തവർണ്ണയുടെ മുഖത്ത് ഭയം ഞാൻ കണ്ടു. എന്റെ അമ്മ വന്നിരിക്കുന്നു. എന്നെ രക്ഷിക്കാൻ എന്റെ ദേവി വന്നിരിക്കുന്നു. എന്റെ ബലിയെടുക്കാൻ നീ വന്നോ കാളി? നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. രക്തവർണ്ണ അലറി. പിന്നെ അവിടെ നടന്നത് ഭീകരമായ ഒരു യുദ്ധമായിരുന്നു. പ്രപഞ്ചം മുഴുവൻ വിറച്ചു. ഒന്നല്ല, 100 കണക്കിന് രക്തവർണ്ണമാരെ അമ്മ നേരിട്ടു. കാലചക്രത്തിന്റെ ദൃശ്യങ്ങൾ എന്റെ കൺമുന്നിലൂടെ മിന്നിമറഞ്ഞു. അമ്മ എന്നെ മാത്രം രക്ഷിക്കാനല്ല വന്നത്. രക്തവർണ്ണയുടെ ക്രൂരതയ്ക്കിരയായ എല്ലാവർക്കും വേണ്ടിയാണ് അമ്മ വന്നത്. ആ യുദ്ധം ക്ഷേത്രത്തിനുള്ളിലേക്ക് നീങ്ങി. വാളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും മിന്നൽ പിണരുകളും അവിടെ നിറഞ്ഞു. പെട്ടെന്നൊരു നിലവിളിയോടെ എല്ലാം ശാന്തമായി. ഞാൻ ക്ഷേത്രമുറ്റത്ത് ചെന്ന് മുട്ടുകുത്തി നിന്നു. അകത്ത് രക്തവർണ്ണയുടെ നെഞ്ചിൽ കാൽ ചവിട്ടി നിൽക്കുകയാണ് മഹാകാളി. ഇന്ന് ദീപാവലി രാത്രിയിൽ അമ്മ വന്നത് പൂജ ഏൽക്കാനല്ല, മറിച്ച് പാപത്തിന്റെയും സ്വാർത്ഥതയുടെയും ബലിയെടുക്കാനാണ്. അമ്മ തന്റെ വാളുകൊണ്ട് രക്തവർണ്ണയുടെ തല അറുത്തുമാറ്റി. അവളുടെ രക്തം കുടിച്ചു. പിന്നെ അമ്മ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ എന്റെ മനസ്സിലെ എല്ലാ ഭയവും അലഞ്ഞില്ലാതെയായി. അമ്മ പതുക്കെ ആ ഇരുട്ടിൽ ലയിച്ചു ചേർന്നു. അന്ധകാരത്തിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അമ്മ കാളിയുടെ ആ വാക്കുകൾ എന്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യണേ. ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. അതിനാൽ ഒരു വാക്കിലെങ്കിലും എന്റെ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാനലായ മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിൽ പറയാനായി ഞാനൊരു യക്ഷിക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. യക്ഷിയാമം എന്ന എന്റെ കഥ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്നറിയിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒരുപാട് കമന്റുകൾ അയച്ചിരുന്നുവല്ലോ. നിങ്ങളുടെ ആ വാക്കുകളുടെ പ്രചോദനത്താലാണ് ഞാൻ പുതിയൊരു യക്ഷിക്കഥ എഴുതി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിട.